ഇന്നത്തെ ശുശ്രൂഷയിൽ നമുക്ക് കർത്താവ് പ്രവചനത്തിലൂടെ നമ്മളോട് സംസാരിക്കുന്ന കാര്യം എന്താണെന്ന് നമ്മൾക്ക് ശ്രമിക്കാം. ഞാനാണ് നിങ്ങളുടെ ദൈവം, ഞാനാണ് നിങ്ങളുടെ പരിപാലകൻ, ഞാനാണ് നിങ്ങളെ രക്ഷിക്കുന്നവൻ, ഞാനാണ് നിങ്ങളുടെ സർവവും. അസർവവുമായ ജ്ഞാനം, അനന്തമായ ജ്ഞാനം, അനന്തമായ ജ്ഞാനമാകുന്ന ഞാൻ നിങ്ങളിലുണ്ട്. ഞാൻ നിങ്ങളിൽ വസിക്കുന്നു. ഞാൻ നിങ്ങളെ അനന്തതയിലേക്ക് ഉയർത്തിയിരിക്കുന്നു. അപ്രാപ്യമായ പാറയിലേക്ക് ഞാൻ നിങ്ങളെ ഉയർത്തിയിരിക്കുന്നു. നിങ്ങളുടെ ജീവിത അന്തസ്സിനെ ഞാൻ ഉയർത്തിയിരിക്കുന്നു. ഇത് വിശ്വസിക്കുവിൻ, ഇത് സ്വീകരിക്കുവിൻ. നിങ്ങളെ ഞാൻ പിതാവിന്റെ വലതുഭാഗത്തേക്ക് ഉയർത്തിയിരിക്കുന്നു. ഇത് സ്വീകരിക്കുവിൻ, ഇത് വിശ്വസിക്കുവിൻ. ആമേൻ, ആമേൻ. പ്രവചനത്തിന്റെ പൂർത്തീകരണമായിട്ട് ഈ വലത് കൈന്റെ ഈ വിരലില്, നടുവിരലില് ഈ ഭാഗത്ത് വേദനയുള്ള ആരെ കർത്താവ് സൗഖ്യം കൊടുക്കും. Hallelujah, praise you Lord, thank you Lord, praise you Jesus, hallelujah, thank you Lord, praise you Lord, praise you Jesus, hallelujah, 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 hallelujah. ഒരു നിമിഷം നമ്മളിൽ വസിക്കുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ പരിശുദ്ധ രാജകീയ ത്രിത്വിക ദൈവത്തെ നമുക്ക് ആരാധിക്കാം. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവരും വീഡിയോയിൽ വരണം കേട്ടോ. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 2641 ഖണ്ഡികയാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന്, നമ്മളധികം സമയം കളയാനില്ല, വേഗം പറയാൻ പോവാണ്. 2641 ഖണ്ഡികയാണ്. 2641 ഖണ്ഡിക. അപ്പോൾ കേൾക്കാമോ? നിങ്ങൾക്ക് കേൾക്കാമോ? ഓക്കെ അല്ലേ? എന്തോ ക്ലിയർ ആവുന്നില്ലേ? ഞാൻ പറയണ കേൾക്കാൻ പറ്റണില്ലേ? അത് ഇപ്പോൾ നെറ്റിൻ്റെ കംപ്ലൈൻ്റ് ആയിരിക്കും ചിലപ്പോൾ. ഞാൻ നെറ്റൊന്ന് മാറ്റി നോക്കട്ടെ. ഒരു സെക്കൻഡ്. ഒരു സെക്കൻഡ്. Hallelujah, praise you Lord, thank you Lord, praise you Jesus, hallelujah, 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 thank you Lord, praise you Lord, praise you Jesus, hallelujah, 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 thank you Lord. ഇപ്പൊ നോക്കിയേ. ഇപ്പൊ ഓക്കെ ആണോ? അപ്പോൾ ആ നെറ്റിൻ്റെ ആ ഒരു ഇതാണ്, സ്ട്രെങ്ത്ത് കുറവാണെങ്കിൽ അങ്ങനെ വരും. ഇപ്പോൾ പറയണ കേൾക്കാമോ? 2641 ഖണ്ഡിക. 2641 ഖണ്ഡിക. അതൊന്ന് ഓൺ ചെയ്യില്ലേ? 2641 ഖണ്ഡിക. വായിക്കട്ടെ? വായിക്കാൻ പോണേ. സങ്കീർത്തനങ്ങളാലും ഗാനങ്ങളാലും ആത്മീയ ഗീതങ്ങളാലും പരസ്പരം സംഭാഷണം ചെയ്യുവിൻ. ഗാനാലാപനങ്ങളാൽ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ പ്രകീർത്തിക്കുവിൻ.
അപ്പോൾ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം അല്ലേ 5-ാം അധ്യായം 19-ാമത്തെ വചനവും കൊളോസോസുകാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 16-ാമത്തെ വചനവും ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ ഗണ്ണിക ആരംഭിക്കുന്നത്. ഞാൻ പറയണത് കേൾക്കണ്ടല്ലോ അല്ലേ? ഇപ്പോൾ ഓക്കെ അല്ലേ? അപ്പോൾ ഞാൻ ഒന്നും കൂടി വായിക്കട്ടെ. എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 19-ാമത്തെ വചനവും കൊളോസോസുകാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 16-ാമത്തെ വചനവും ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ ഗണ്ണിക, ഈ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 2641-ാമത്തെ ഗണ്ണിക ആരംഭിക്കുന്നത്. സങ്കീർത്തനങ്ങളാലും ഗാനങ്ങളാലും ആത്മീയ ഗീതങ്ങളാലും പരസ്പരം സംഭാഷണം ചെയ്യുവിൻ. ഗാനാലാപനങ്ങളാൽ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ പ്രകീർത്തിക്കുവിൻ. അടുത്ത ശ്രദ്ധിക്കണം കേട്ടോ, ഞാൻ സ്പീഡിലായിരിക്കും വായിച്ചു പോണത്, നിങ്ങൾ ഓരോ വാക്കും ശ്രദ്ധിക്കണേ. പുതിയ നിയമത്തിലെ ദൈവനിവേശിതരായ എഴുത്തുകാരെ പോലെ. ആരാണ് പുതിയ നിയമത്തിലെ ദൈവനിവേശിതരായ എഴുത്തുകാരാരാ? പുതിയ നിയമത്തിലെ ദൈവനിവേശിതരായ എഴുത്തുകാർ അവരാണ് അവരാണ് ആര്? സുവിശേഷ ഗ്രന്ഥ കർത്താക്കൾ. പെട്ടെന്ന് ഒരാളും കൂടി അഡ്മിറ്റ് ആകുമെന്നാണ് ഞാൻ നോക്കിയത്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? പുതിയ നിയമത്തിലെ ദൈവനിവേശിതരായ എഴുത്തുകാരാരാണ്? സുവിശേഷ ഗ്രന്ഥകർത്താക്കൾ അല്ലേ? അപ്പോൾ ആ സുവിശേഷ ഗ്രന്ഥകർത്താക്കളെ പോലെ ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങൾ ആ CCC ആ വാക്കുകളിൽ നോക്കിയിരിക്കണേ. ആ സുവിശേഷ ഗ്രന്ഥകർത്താക്കളെ പോലെ, പുതിയ നിയമ സുവിശേഷ ഗ്രന്ഥകർത്താക്കളെ പോലെ ആദിമ ക്രൈസ്തവ സമൂഹവും സങ്കീർത്തന ഗ്രന്ഥം പുനർവായിച്ചത് അവയിലൂടെ ക്രിസ്തുവിൻ്റെ രഹസ്യം ആലപിച്ചുകൊണ്ടാണ്. അവയിലൂടെ ക്രിസ്തുവിൻ്റെ രഹസ്യം ആലപിച്ചുകൊണ്ടാണ്. ഒരു സെക്കൻഡേ, ഒരാൾ എന്നിട്ട് അവയിലൂടെ ക്രിസ്തുവിൻ്റെ രഹസ്യം ആലപിച്ചുകൊണ്ടാണ്. അപ്പോൾ എന്താണ് ഈ സങ്കീർത്തനവും യേശു ക്രിസ്തുവും ആരുടെ രഹസ്യം ആലപിച്ചുകൊണ്ടാണെന്ന് ഇപ്പോൾ നമ്മൾ വായിച്ചത്? ക്രിസ്തുവിൻ്റെ രഹസ്യം ആലപിച്ചുകൊണ്ടാണ് അല്ലേ? സങ്കീർത്തന ഗ്രന്ഥങ്ങൾ പുനർവായിച്ചിരുന്നത് ആരൊക്കെ? പുതിയ നിയമത്തിലെ ദൈവനിവേശിതരായ എഴുത്തുകാരും ആദിമ ക്രൈസ്തവ സമൂഹവും. അപ്പം എന്താണ് ക്രിസ്തുവും സങ്കീർത്തനവും? സങ്കീർത്തന ഗ്രന്ഥ പുസ്തകങ്ങളും 150 സങ്കീർത്തനങ്ങളുണ്ട്. ഈ 150 സങ്കീർത്തനങ്ങളും യേശുക്രിസ്തുവായിട്ട് എന്താണ് ബന്ധം? എങ്ങനെയാണ് യേശുക്രിസ്തുവിൻ്റെ രഹസ്യം അവയിലൂടെ ഇവർ പുനർവായിച്ചത്? എങ്ങനെയാ? മനസ്സിലാവുണ്ടോ? അപ്പം അതാണിപ്പോൾ പറയാൻ പോണത്. 150 സങ്കീർത്തനവും ആദ്യമേ തന്നെ ക്രിസ്തുവിലേക്കാണ്, ക്രിസ്തുവിൻ്റെ രഹസ്യത്തിലേക്കാണ് തിരിഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ കാര്യം തന്നെ എന്തെന്നാണ്? 150 സങ്കീർത്തനവും ക്രിസ്തുവിലേക്കാണ് തിരിഞ്ഞിരിക്കുന്നത്. അവൻ്റെ രഹസ്യത്തിലേക്കാണ് തിരിഞ്ഞിരിക്കുന്നത്. അത് ആദ്യത്തെ കാര്യം. അപ്പോൾ അതെന്താണ് രഹസ്യങ്ങളെന്നൊക്കെ നമ്മളിപ്പോൾ പറയും. അപ്പോൾ ആദ്യത്തെ സങ്കീർത്തനം നിങ്ങളൊന്ന് എടുത്തേ. നിങ്ങളുടെ പഴയ ബൈബിളിൽ നിന്ന്, POC ബൈബിളിൽ നിന്ന് ആദ്യത്തെ സങ്കീർത്തനം ഒന്ന് എടുത്തേ. നിങ്ങൾ ആദ്യത്തെ സങ്കീർത്തനം എടുത്തേ. സ്പീഡിലെടുക്കണേ. സങ്കീർത്തനം ആദ്യത്തെ സങ്കീർത്തനത്തിൻ്റെ ഹെഡ്ലൈൻ എന്താണ്? 2 മാർഗങ്ങൾ. എന്താണ്? 2 മാർഗങ്ങൾ. അപ്പോൾ ഞാനിപ്പോൾ ഇതവിടെ വായിക്കാൻ പോണേ കേട്ടോ. ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഠങ്ങളിൽ ഇരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ. കണ്ടോ? ചെയ്യാത്തവൻ ഭാഗ്യവാൻ അല്ലേ? ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഠങ്ങളിൽ ഇരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ. ആരാണത് ആ ചെയ്യാത്തവൻ? മനസ്സിലായോ? ചെയ്യാത്തവൻ യേശുക്രിസ്തുവാണ്. ചെയ്യാത്തവൻ ഭാഗ്യവാൻ. അത് യേശുക്രിസ്തുവിനെയാണ്. മനസ്സിലായോ? ഇതിപ്പോൾ നമ്മൾ പറയണതൊന്നുമല്ല. ഇത് സെയിൻറ്റ് അഗസ്തീനോസ് എന്ന നമ്മുടെ പ്രിയങ്കരനായ സഭാപിതാവ് അല്ലേ? സഭാപിതാവായ സെയിൻറ്റ് അഗസ്തീനോസ് പുണ്യവാളൻ്റെ 150 സങ്കീർത്തനങ്ങളെക്കുറിച്ചുള്ള
വ്യാഖ്യാനങ്ങളുണ്ട്. ഓരോ സങ്കീർത്തനത്തിലെ ഓരോ വേർഡുകളും എടുത്തുകൊണ്ട് വ്യാഖ്യാനിച്ചിരിക്കും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പറയുന്ന വ്യാഖ്യാനമാണ് എന്താണ്? ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഠങ്ങളിൽ ഇരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവൻ. ചെയ്തവൻ ആരാണപ്പോൾ? ചെയ്യാത്തവൻ ഭാഗ്യവൻ. അത് യേശുക്രിസ്തുവാണെന്നോ പറഞ്ഞു നമ്മളല്ല, അഗസ്തീനോസ് പിതാവ് പറഞ്ഞതാണ് കേട്ടോ. അപ്പം അങ്ങനെയാണെങ്കിൽ ചെയ്തവൻ ആരാണ്? ചെയ്തവൻ ആദം. മനസ്സിലായോ? ദുഷ്ടരുടെ ഉപദേശം സ്വീകരിച്ചതാരാണ്? പാപികളുടെ വഴിയിൽ വ്യാപരിച്ചതാരാണ്? പരിഹാസകരുടെ പീഠങ്ങളിൽ ഇരുന്നതാരാണ്? മനസ്സിലായോ? അങ്ങനെയൊക്കെ ചെയ്തവൻ ആരാണ്? ആദമാണ്. അപ്പോൾ 2 മാർഗങ്ങൾ. ആദ്യത്തെ സങ്കീർത്തനം തന്നെ തുടങ്ങണത് 2 മാർഗങ്ങൾ എന്ന് പറഞ്ഞിട്ട് തുടങ്ങണത്. അഗസ്തീനോസ് അതിനെ വ്യാഖ്യാനിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ഈ കാര്യങ്ങളൊക്കെ ചെയ്തവൻ അത് ആദവും ചെയ്യാത്തവൻ ക്രിസ്തുവുമാണെന്ന്. മനസ്സിലാവുണ്ടോ? അപ്പം ഇത് തോമസ് പോള് അദ്ദേഹം ചെയ്ത സങ്കീർത്തന ധ്യാനങ്ങളുണ്ട്. അപ്പം അതിലൂടെ കുറേ കറക്റ്റ് യഥാർത്ഥ പ്രബോധനങ്ങൾ അതിലൂടെ ലഭ്യമാകും നമുക്ക്. പക്ഷെ ഞാനിതിപ്പോൾ ഓടിച്ച് നമ്മുടെ ഈ സമയത്തിൻ്റെ ഒരു കാരണം ഞാനിങ്ങനെ ഓടിച്ച് ഒരു ഒറ്റ വാക്കിലൂടെ പറയണതാണ്. മനസ്സിലാവുണ്ടോ? അതേപോലെ തന്നെ അടിയത്തെ 2-ാമത്തെ സങ്കീർത്തനം അല്ലേ, കർത്താവിൻ്റെ അഭിഷിക്തൻ കണ്ടോ? അവിടുന്ന് അതിൽ 7-ാമത്തെ വചനം 7 അല്ലെങ്കിൽ 7 മുതൽ 7ഉം 8ഉം വചനങ്ങളൊക്കെ ഞാൻ വായിക്കണം. കണ്ടോ? കർത്താവിൻ്റെ അഭിഷിക്തൻ. അതിൻ്റെ ഹെഡ്ലൈൻ തന്നെ കണ്ടോ? കർത്താവിൻ്റെ അഭിഷിക്തൻ. അപ്പോൾ അതാരാണ്? അത് യേശുക്രിസ്തുവാണ്. മനസ്സിലാവുണ്ടോ? അവിടുന്ന് ഞാൻ 2-ാം സങ്കീർത്തനത്തിൻ്റെ 7ഉം 8ഉം വചനങ്ങൾ വായിക്കാം കേട്ടോ. അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, നീ എൻ്റെ പുത്രനാണ്, ഇന്ന് ഞാൻ നിനക്ക് ജന്മം നൽകി. കണ്ടോ? ഇത് ക്രിസ്തുവിനെ കുറിച്ചാണ് പറയണേ. മനസ്സിലായോ? അതേപോലെ 3-ാമത്തെ സങ്കീർത്തനം അപകടത്തിൽ ആശ്രയം. അതിൽ 3-ാമത്തെ സങ്കീർത്തനം 5-ാമത്തെ വചനം ഞാൻ വായിക്കട്ടെ. ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു, ഉണർന്നെഴുന്നേൽക്കുന്നു. അത് യേശുക്രിസ്തുവിൻ്റെ പീഡ അല്ലേ, കബറിടത്തിലായിരിക്കുന്ന അവസ്ഥയും ഉയർത്തെഴുന്നേൽപ്പിനെയുമാണ് പ്രഖ്യാപിക്കുന്നത്. എന്തെന്നാണ്? ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു, ഉണർന്നെഴുന്നേൽക്കുന്നു. കബറിടത്തിലായിരിക്കുന്ന അവസ്ഥയും ഉയർത്തെഴുന്നേൽപ്പിൻ്റെയും അല്ലെങ്കിൽ അതിനെ സൂചിപ്പിക്കുന്നു. അങ്ങനെയാണ് വ്യാഖ്യാനിക്കണേ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ രഹസ്യങ്ങളെ പുതിയ നിയമത്തിലെ ദൈവനിവേശിതരായ ഗ്രന്ഥകർത്താക്കളും എഴുത്തുകാരും ആദിമ ക്രൈസ്തവ സഭ സമൂഹവും, അതായത് പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തിന് ശേഷം അപ്പസ്തോല പ്രവർത്തനം, സഭ മുഴുവൻ സഭയുടെ ജീവിതമാണെന്നൊക്കെ നമ്മൾ അപ്പസ്തോല പ്രവർത്തനത്തെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ രണ്ട് ടീമും ഈ 2 ഭാഗങ്ങളിൽപ്പെട്ട ആൾക്കാരും പഴയ സങ്കീർത്തന ഗ്രന്ഥം പുനർവായിച്ചിരുന്നത് ക്രിസ്തുവിൻ്റെ രഹസ്യം ആലപിച്ചുകൊണ്ടാണെന്ന് പറയുമ്പോൾ നമ്മൾക്ക് എങ്ങനെയാണ് അതിനെ മനസ്സിലാക്കാൻ പറ്റണതെന്ന് ഞാൻ പറയണതാണ്. അതിൻ്റെ ഏറ്റവും പ്രാധാന്യം ഉൾക്കൊണ്ട് എല്ലാ 150 സങ്കീർത്തനവും അതിൻ്റെ പ്രാധാന്യം അടങ്ങിയിരിക്കുന്നുണ്ട്. പക്ഷേ 22-ാമത്തെ സങ്കീർത്തനം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? 22-ാമത്തെ സങ്കീർത്തനം എടുത്തേനി അത് നിങ്ങൾ എടുക്കണം കേട്ടോ, ബൈബിളിൽ നിന്ന് എടുക്കണം കേട്ടോ, എല്ലാവരും ബൈബിളിൽ നിന്ന് എടുക്കണേ. പരിത്യക്തൻ്റെ രോദനവും പ്രത്യാശവും. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നിങ്ങൾ നേരത്തെ ഇതൊക്കെ വായിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ 22-ാമത്തെ സങ്കീർത്തനത്തിൽ 17-ാമത്തെ വചനം 15 മുതൽ ഞാൻ വായിക്കാം. 15 മുതൽ കേട്ടോ, 15 മുതൽ ശ്രദ്ധിക്കണേ. എൻ്റെ അണ്ണാക്ക് ഓടിൻ്റെ കഷ്ണം പോലെ വരണ്ടിരിക്കുന്നു. മനസ്സിലായോ? എൻ്റെ നാവ് അണ്ണാക്കിൽ ഒട്ടിയിരിക്കുന്നു. അവിടുന്ന് എന്നെ മരണത്തിൻ്റെ പൂഴിയിൽ ഉപേക്ഷിച്ചിരിക്കുന്നു. നായ്ക്കൾ എൻ്റെ ചുറ്റും കൂടിയിരിക്കുന്നു. അധർമ്മികളുടെ സംഘം എന്നെ വളഞ്ഞിരിക്കുന്നു. ശ്രദ്ധിക്കണോട്ടാ. അവർ എൻ്റെ കൈകാലുകൾ കുത്തിത്തുളച്ചു. കണ്ടോ? എൻ്റെ അസ്ഥികൾ എനിക്ക് എണ്ണാവുന്ന വിധത്തിലായി. കണ്ടോ? ഇത് ആരെക്കുറിച്ചാണ് പറയണേ? കണ്ടോ? മനസ്സിലായോ? 22-ാമത്തെ സങ്കീർത്തനത്തിൽ ശ്രദ്ധിച്ചോ നിങ്ങൾ? അവർ എൻ്റെ കൈകാലുകൾ കുത്തിത്തുളച്ചു. അതായത് യേശുക്രിസ്തു മനുഷ്യാവതാരം എടുക്കുന്നതിനും 1000 വർഷങ്ങൾക്ക് മുൻപ് എഴുതപ്പെട്ടതാണ് ഈ സങ്കീർത്തനം. മനസ്സിലായോ?
ആ 1000 വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തു മനുഷ്യാവതാരം എടുക്കുന്നതിനും 1000 വർഷം മുമ്പ് എഴുതപ്പെട്ടിരിക്കുന്ന സങ്കീർത്തനങ്ങളിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച്, അവൻ്റെ രഹസ്യങ്ങളെക്കുറിച്ച് അല്ലേ പ്രതിപാദിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ പരാമർശിച്ചിരിക്കുന്നു, അതിലെഴുതിയിരിക്കുന്നു. മനസ്സിലായോ? എന്തെന്നാണ്? അവർ എൻ്റെ കൈകാലുകൾ കുത്തിത്തുളച്ചു, എൻ്റെ അസ്ഥികൾ എനിക്ക് എണ്ണാവുന്ന വിധത്തിലായി എന്ന്. അവർ എൻ്റെ വസ്ത്രങ്ങൾ പങ്കിട്ടെടുക്കുന്നു, എൻ്റെ അങ്കിക്കായി അവർ നറുക്കിടും. ഉണ്ടോ? അതേപോലെ തന്നെ നിങ്ങൾ 55-ാം സങ്കീർത്തനം എടുത്തേ. 55 ഇതൊക്കെ ഒരു ഉദാഹരണമായിട്ട് നമ്മളിപ്പോൾ പറയണേട്ടോ. അങ്ങനെ 150 സങ്കീർത്തനത്തിലും യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് കണ്ടുപിടിക്കണം നമ്മൾ. മനസ്സിലാവുണ്ടോ? അപ്പോൾ 150 സങ്കീർത്തനവും ക്രിസ്തുവിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. മനസ്സിലായോ? ദാവീദിൻ്റെ ജീവിതവുമായിട്ട് ബന്ധമുണ്ട്. മൂന്നാമത്തെ കാര്യം, ഇത് വായിക്കുന്ന വ്യക്തിയുമായിട്ട്, മനസ്സിലാവുണ്ടോ? വായിക്കുന്ന വ്യക്തിയുമായും ഈ സങ്കീർത്തനങ്ങൾ ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ആദ്യമേ തന്നെ എങ്ങനെയാണ് കിടക്കണേ? അത് ക്രിസ്തുവിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. മനസ്സിലാവുണ്ടോ? അപ്പം 3 ഇതിൽ നമുക്ക് ചിന്തിക്കണം അതിന്. മനസ്സിലായോ? അപ്പം ഇപ്പോൾ ഞാൻ ഏതോ സങ്കീർത്തനം പറഞ്ഞത് കണ്ടോ? 55-ാം സങ്കീർത്തനം എടുത്തേ. 55-ാം സങ്കീർത്തനത്തിൻ്റെ ഹെഡ്ലൈൻ കണ്ടോ നിങ്ങൾ? സ്നേഹിതനാൽ വഞ്ചിക്കപ്പെട്ടവൻ. അതിൽ 12-ാമത്തെ വചനം, 12ഉം 13ഉം വചനങ്ങളൊക്കെ ഞാൻ വായിക്കണേ. അപ്പോൾ അതിൽ നോക്കണോട്ടോ നിങ്ങൾ. ശത്രുവല്ല എന്നെ നിന്ദിക്കുന്നത്, ആയിരുന്നെങ്കിൽ ഞാൻ സഹിക്കുമായിരുന്നു. എതിരാളിയല്ല എന്നോട് ധിക്കാരപൂർവം പെരുമാറുന്നത്, ആയിരുന്നെങ്കിൽ ഞാൻ അവനിൽ നിന്ന് മറഞ്ഞിരിക്കുമായിരുന്നു. എന്നാൽ എൻ്റെ സഹചരനും ചങ്ങാതിയും ഉറ്റ സ്നേഹിതനുമായിരുന്ന നീ തന്നെയാണ് അത് ചെയ്തത് എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു യൂദാസിനെ കുറിച്ച്, മനസ്സിലായോ? എൻ്റെ ശത്രുവല്ല. മനസ്സിലായോ? എൻ്റെ ശത്രുവാണോ എന്നെ നിന്ദിച്ചത്? ആയിരുന്നെങ്കിൽ ഞാൻ സഹിക്കുമായിരുന്നു. എതിരാളിയല്ല എന്നോട് ധിക്കാരപൂർവ്വം പെരുമാറിയത്, ആയിരുന്നെങ്കിൽ ഞാൻ അവനിൽ നിന്ന് മറഞ്ഞിരിക്കുമായിരുന്നു. എന്നാൽ എൻ്റെ സഹചരനും ഉറ്റ ചങ്ങാതിയും ഉറ്റ സ്നേഹിതനുമായിരുന്ന നീ തന്നെയാണ് അത് ചെയ്തതെന്ന് പറഞ്ഞാൽ അത് യൂദാസിനെ കുറിച്ചാണ് അവിടെ പറയണത്. എന്നിട്ട് പറയാണ്, നമ്മൾ ഉള്ളു തുറന്ന് സംസാരിക്കുമായിരുന്നു, നമ്മൾ ഒന്നിച്ച് ദേവാലയത്തിൽ കൂട്ടായ്മ ആചരിക്കുമായിരുന്നു. മനസ്സിലായോ? അതപ്പോൾ ഈശോ ഇല്ലേ, യേശുവിൻ്റെ കാര്യം തന്നെയാണ് ആ പറയണേ. അപ്പം അതിൽ ആരുടെ കാര്യം കൂടി അവിടെ വരുന്നുണ്ട്? യൂദാസ് ഉറ്റുകൊടുത്ത അവസ്ഥ. മനസ്സിലാണ്? സ്നേഹിതനാൽ വഞ്ചിക്കപ്പെട്ട ഈ അവസ്ഥ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും. അതാദ്യം കിട്ടണ പണി നമുക്ക് സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ ആയിരിക്കും. അത് താങ്ങാൻ പറ്റില്ല. മനസ്സിലായോ? അതല്ലെങ്കിൽ നമ്മളാരെയാണോ പൊക്കിക്കൊണ്ട് നടക്കണേ, നമ്മളെ പൊക്കിക്കൊണ്ട് നടക്കണവരല്ലട്ടാ, നമ്മളെ സ്നേഹിക്കണവരല്ല. നമ്മളാരെയാണോ കൂടുതൽ ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കണേ, ആ ആളായിരിക്കും ആദ്യം നമ്മളെ അവഹേളിക്കുന്നത്, തിരസ്കരിക്കുന്നത്. മനസ്സിലായോ? ആ അനുഭവം ശരിക്കും യേശുക്രിസ്തുവിൻ്റെ മുഖത്ത് തുപ്പിയതിന് തുല്യമാണ്. അങ്ങനെ കിട്ടിയില്ലെങ്കിൽ ക്രിസ്ത്യാനി അല്ലെന്നാണ് ക്രൈസ്തവ ജീവിതം യേശുക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്നത്. പക്ഷെ അത് കിട്ടുമ്പോഴുള്ള നമുക്കുള്ള ആ ഒരു വേദന ഉണ്ടല്ലോ, അത് താങ്ങാൻ പറ്റില്ല ശരിക്ക്. അത് അനുഭവിച്ചിട്ടില്ലെങ്കിൽ ക്രിസ്ത്യാനി അല്ലെന്നാണ് ക്രിസ്തു തന്നെ പറയണത്. അത് അനുഭവിക്കണം. അപ്പോൾ ഞാനിതിപ്പോൾ ഇങ്ങനെ പറഞ്ഞതാണ്. പിന്നെ 16-ാമത്തെ, അപ്പോൾ ഇതിങ്ങനെ ഓടിച്ച് പറയണേ കേട്ടോ, ഓടിച്ച് ഞാനിങ്ങനെ പറയാണ്. അപ്പോൾ അതിൻ്റെ ആ അന്തരാർത്ഥങ്ങളൊക്കെ നിങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടിയിട്ടും ആ ജ്ഞാനവും നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇതിങ്ങനെ ഓടിച്ച് ഞാനിങ്ങനെ പ്രാർത്ഥിക്കണം. ഇനി 16-ാമത്തെ സങ്കീർത്തനം എടുത്തേ. 16. അങ്ങനെ 150 സങ്കീർത്തനത്തിലും യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നമ്മളിങ്ങനെ കണ്ടെത്തണം. ഉണ്ടോ? 23-ാം സങ്കീർത്തനം നമ്മൾ പറഞ്ഞത് 16ആണ്, ഞാനിപ്പോൾ എടുത്തപ്പോൾ 23. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും. ഉണ്ടോ? എന്നിട്ട് പറയണേ 23-ാം സങ്കീർത്തനത്തിൽ 4-ാമത്തെ വചനം നോക്കി. 4-ാമത്തെ വചനം, മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. ഇതാരെക്കുറിച്ചാണ് ശരിക്കും? ആദ്യമേ നമ്മുടെ കുറേ ലോകത്തിൽ ജീവിക്കുമ്പോഴുള്ള കുറേ ഭയാനകമായ കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മളിതിനെയൊക്കെ വ്യാഖ്യാനിക്കാറുണ്ട്.
ഇത് ആദ്യം ആരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കണേന്ന് മനസ്സിലായോ? ഇത് ക്രിസ്തുവിനെ കുറിച്ചാണ് പറഞ്ഞത്. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ ഊന്നുവടിയും ദണ്ടും എനിക്ക് ഉറപ്പേകുന്നു. ഇത് ശരിക്ക് 40ഓളം സങ്കീർത്തനങ്ങൾ നമ്മൾ തോമസ് പോളിന് കർത്താവ് കൊടുത്ത ആ ഒരു പ്രചോദനത്തിൽ 40 സങ്കീർത്തനങ്ങൾ ട്യൂൺ ചെയ്തു. ഒരു വരി നിങ്ങൾ സങ്കീർത്തനങ്ങൾ ഗാനങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും, പക്ഷേ ഒരു വചനം പോലും മാറ്റാതെയാണ് തോമസ് പോള് ഇത് ക്രമീകരിച്ചത്. തോമസ് പോളിലൂടെ കർത്താവ് ക്രമീകരിച്ചത്. സങ്കീർത്തനങ്ങൾ നമ്മൾ ഒരുപാട് കേൾക്കണുണ്ട്, ഇപ്പോഴും കേൾക്കണുണ്ടാവും, പുതിയ പുതിയ സങ്കീർത്തനങ്ങൾ ഇറങ്ങണം. പക്ഷേ ഒരു വേർഡ് പോലും മാറ്റാതെ ഒരാൾക്കും ഈ സങ്കീർത്തനത്തെ ചിട്ടപ്പെടുത്താൻ പറ്റില്ല എന്ന് തെളിയിക്കപ്പെട്ടു. മനസ്സിലായോ? അത് തോമസ് പോൾ അതിനെക്കുറിച്ചൊക്കെ പറയണത് നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ യൂട്യൂബിൽ പോയി കേൾക്കുമ്പോൾ കേൾക്കാൻ പറ്റും. അപ്പം ഞാൻ അതിലോട്ടൊന്നും കടക്കണില്ല. വളരെ പ്രശസ്തനായ ഒരു സംഗീത സംവിധായകന് പോലും ഇതിനെ എന്ത് ചെയ്യാൻ പറ്റിയില്ല, ക്രമീകരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ് തിരിച്ചു വിട്ടു. ലാസ്റ്റ് നമ്മുടെ ടീം അംഗങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ ആ കോർ ഗ്രൂപ്പിൽ ഇരുന്ന് ഇങ്ങനെ പാടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഓരോ ട്യൂണും ഓരോ വാക്കുകളും ഇങ്ങനെ കിട്ടാൻ തുടങ്ങി. അങ്ങനെയാണ് 40ഓളം. അപ്പം 150 സങ്കീർത്തനവും അതിനെ ക്രമീകരിക്കണം, അതിൻ്റെ ട്യൂൺ കൊടുത്ത്. അപ്പം 40ഓളം സങ്കീർത്തനം അങ്ങനെ ആക്കിയിട്ടുണ്ട്. അത് മനുഷ്യന് പറ്റണ ഒരു കാര്യമല്ല. അത് വാക്കുകൾ മാറ്റാതെ ഇപ്പം ഇവിടെ ബൈബിളിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഓരോ സങ്കീർത്തനവും അതുപോലെ തന്നെ പാടുക എന്നുള്ളത് വളരെ പ്രയാസമാണ്. ഇനി ഞാൻ പറയട്ടെ, 16-ാമത്തെ സങ്കീർത്തനം നോക്കിയേ നിങ്ങൾ. 16-ാമത്തെ സങ്കീർത്തനം 16-ാമത്തെ സങ്കീർത്തനം നോക്കിയേ. ദൈവം എൻ്റെ അവകാശം. അപ്പം നിങ്ങൾ ആ ബൈബിൾ എടുത്ത് നോക്കണം കേട്ടോ. ഉണ്ടോ? അത് ഞാനൊന്ന് പാടട്ടെ എനിക്ക് പാടാനൊന്നും അറിയില്ല, പക്ഷെ എന്നാലും ഞാൻ എൻ്റെ ഒരു സൗണ്ടിൽ ഞാൻ പാടി നോക്കാം. ഇതൊന്ന് ക്ഷമിക്കണേ, കാരണം നിങ്ങൾ ക്ഷമിക്കാൻ വേണം, സഹിക്കാൻ വേണം കേട്ടോ. കാരണം ഇത് ഞാനിങ്ങനെ ഒന്ന് പാടി നോക്കട്ടെ, കാരണം ആ സങ്കീർത്തനത്തിൻ്റെ ആ ടൂണ് നിങ്ങൾക്കൊരു പക്ഷേ അത് മനസ്സിലായെങ്കിൽ നോക്ക്. ദൈവമേ എന്നെ കാത്തു കൊള്ളണമേ, ഞാൻ അങ്ങയിൽ ശരണം വെച്ചിരിക്കുന്നു. അവിടുന്നാണെൻ്റെ കർത്താവ്, അങ്ങിൽ നിന്നല്ലാതെ എനിക്കു നന്മയില്ല എന്നു ഞാൻ കർത്താവിനോട് പറയും. ലോകം വിശുദ്ധരെന്നു കരുതുന്ന ദേവന്മാർ നിസ്സാരരാണ്, അവരിൽ ആനന്ദം കൊള്ളുന്നവർ അഭിശപ്തരാണ്. അന്യദേവന്മാരെ അനുഗമിക്കുന്നവർ തങ്ങളുടെ ദുരിതം വർദ്ധിപ്പിക്കുന്നു. ഞാൻ അവർക്ക് രക്തം കൊണ്ട് പാനീയ ബലിയർപ്പിക്കുകയില്ല, ഞാൻ അവരുടെ നാമം ഉച്ചരിക്കുകയില്ല. കർത്താവാണെൻ്റെ ഓഹരിയും പാനപാത്രവും, എൻ്റെ ഭാഗധേയം അവിടുത്തെ കരങ്ങളിലാണ്. അഭികാമ്യമായ ദാനമാണെനിക്ക് അളന്നു കിട്ടിയിരിക്കുന്നത്, വിശിഷ്ടമായൊരവകാശം എനിക്കു ലഭിച്ചിരിക്കുന്നു. എനിക്കുപദേശം നൽകുന്ന കർത്താവിനെ ഞാൻ വാഴ്ത്തുന്നു. രാത്രിയിലും എൻ്റെ അന്തരംഗത്തിൽ പ്രബോധനം നിറയുന്നു. കർത്താവെപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്. അവിടുന്ന് എൻ്റെ വലത്തുഭാഗത്ത് ഉള്ളത് കൊണ്ടു ഞാൻ കുലുങ്ങുകയില്ല. അതിനാൽ എൻ്റെ ഹൃദയം സന്തോഷിക്കുകയും അന്തരംഗമാനന്ദം കൊള്ളുകയും ചെയ്യുന്നു.
ഇനി ശ്രദ്ധിക്കണം കേട്ടോ. ഇനി വരാൻ പോകുന്ന വാക്കുകൾ ശ്രദ്ധിക്കണേ. എൻ്റെ ശരീരം സുരക്ഷിതമായി വിശ്രമിക്കുന്നു. ഇതൊക്കെ പാടുമ്പോൾ നമുക്ക് അഭിഷേകം വരണുണ്ടോ ഇല്ലയോ? നിങ്ങൾക്ക് മനസ്സിലായോ എന്താണ് ആ അർത്ഥം അതിൻ്റെ? നമ്മൾക്ക് കുളിര് വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. എന്താണ് അതിൻ്റെ അർത്ഥം? യേശുക്രിസ്തു കബറിടത്തിലായിരിക്കുന്ന അവസ്ഥയാണ് പറയണത്. എന്തെന്നാണ്? എൻ്റെ ശരീരം സുരക്ഷിതമായി വിശ്രമിക്കുന്നു, അവിടുന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയില്ല, അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കുകയില്ല. അല്ലേ? എന്ത് പറഞ്ഞിരുന്നു ഈശോൻ്റെ അടുത്ത് പിതാവായ ദൈവം? എന്ത് പറഞ്ഞിരുന്നു? നിന്റെ ശരീരം ജീർണിക്കുകയില്ല. മനസ്സിലാവുണ്ടോ? ഇതാണ് പുതിയ നിയമത്തിലെ ദൈവനിവേശിതരായ എഴുത്തുകാരെ പോലെ ആദിമ ക്രൈസ്തവ സമൂഹവും സങ്കീർത്തന ഗ്രന്ഥം പുനർവായിച്ചത് അവയിലൂടെ ക്രിസ്തുവിൻ്റെ രഹസ്യം ആലപിച്ചുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ മനസ്സിലാവുണ്ടോ? എൻ്റെ ശരീരം സുരക്ഷിതമായി വിശ്രമിക്കുന്നു, അവിടുന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയില്ല, അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കുകയില്ല. അങ്ങനെ ആ ടൂണ് പോയി. ഓക്കെ, മനസ്സിലായോ നിങ്ങൾക്കിപ്പോൾ അതിൻ്റെ ഒരു ഇത് മനസ്സിലായോ? ഞാനപ്പോൾ ഈ സങ്കീർത്തനങ്ങൾ ഇങ്ങനെ ആ ടൂണ് പോയി. അത് ആ ഒരൊറ്റ ഇതിൽ ഇതാണ്. ഇത് നിസ്സാര കാര്യമൊന്നുമല്ല കേട്ടോ. എനിക്ക് തോന്നണ ആ നമ്മുടെ പാട്ടുകാരിലെ ജെസ്സി ജെയിൻ, പിന്നെ ഷായി ചേട്ടൻ, അവർക്ക് ഈ പാട്ട് പാടാൻ കിട്ടിയിരിക്കുന്ന ഒരു പ്രത്യേക അഭിഷേകം, ഈ സങ്കീർത്തനം. അതുപോലെ എനിക്ക് തോന്നണില്ല വേറെ അങ്ങനെ. പലരും പാടുന്നുണ്ട്, മനസ്സിലായോ? ഇപ്പം ആ ധ്യാനങ്ങൾ നമ്മുടെ കൂടുമ്പോൾ അവർ പാടുന്നുണ്ട് എല്ലാവരും. പക്ഷേ അവർക്കൊരു പ്രത്യേക, മനസ്സിലായോ? അതേപോലെ തന്നെ 20-ാം സങ്കീർത്തനെ, ഇതൊക്കെ എന്നെ ഒരുപാട് സ്പർശിച്ചതാണ് കേട്ടോ. ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് എന്നെ സ്പർശിച്ചിരിക്കുന്നതാണ്. 20-ാമത്തെ സങ്കീർത്തനെ, 20-ാമത്തെ സങ്കീർത്തനം കൂടി ഞാനൊന്ന് ഒരു 2 വരി, അതിൻ്റെ എല്ലാം പാടാൻ എനിക്കറിയില്ല. രാജാവിൻ്റെ വിജയത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ട് ഒരു 2 വരി ഞാൻ പാടട്ടെ. നിന്റെ കഷ്ടകാലത്ത് കർത്താവ് നിന്റെ പ്രാർത്ഥന കേൾക്കുമാറാകട്ടെ, യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ നാമം നിന്നെ സംരക്ഷിക്കട്ടെ, അവിടുന്നു തൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്നു നിനക്ക് സഹായമയക്കട്ടെ, സിയോനിൽ നിന്ന് നിന്നെ തുണയ്ക്കട്ടെ, നിന്റെ വഴിപാടുകൾ അവിടുന്ന് ഓർക്കുമാറാകട്ടെ, നിന്റെ ദഹന ബലികളിൽ അവിടുന്ന് സംപ്രീതനാകട്ടെ. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വചനഭാഗമുണ്ട് ഈ സങ്കീർത്തനത്തിൽ. അതൊന്ന് ഞാനൊന്ന് വായിക്കട്ടെ. 20-ാമത്തെ സങ്കീർത്തനത്തിൽ 5-ാമത്തെ വചനം. നിന്റെ വിജയത്തിൽ ഞങ്ങൾ ആഹ്ലാദിക്കും, അങ്ങനെ ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തിൽ ഞങ്ങൾ വിജയ പതാക പാറിക്കും. ഇതിൻ്റെ എല്ലാം അർത്ഥം യേശുക്രിസ്തുവിൻ്റെ ഇല്ലേ, അവനെ ഇതിനെല്ലാം വിജയിച്ച്, അല്ലേ? മനസ്സിലാവുണ്ടോ? ഇതിനെല്ലാം എന്താണ് വിശുദ്ധ അഗസ്തീനോസ് പുണ്യാളൻ വ്യാഖ്യാനിച്ചിരിക്കണതൊക്കെ നമ്മളൊന്ന് കേൾക്കണത് വലിയൊരു ജ്ഞാനത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും. നിന്റെ വിജയത്തിൽ ഞങ്ങൾ ആഹ്ലാദിക്കും, അങ്ങനെ ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തിൽ ഞങ്ങൾ
വിജയ പതാക പാറിക്കും. ഞാനിങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ഇത് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. പാലക്കാട് എത്തണ വരെ ഇത് തന്നെ പാടിക്കൊണ്ടിരിക്കും 2.5 മണിക്കൂർ ഇത് തന്നെ. എന്നിട്ട് ഞാൻ കരയും, മനസ്സിലാവുണ്ടോ? എന്നിട്ട് ഞാൻ കരയേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ പാടുമ്പോൾ തന്നെ നമ്മുടെ കണ്ണിൽ നിന്ന് വെള്ളം വരും. അത് കണ്ണിൽ നിന്ന് വെള്ളം വന്നത് ക്രിസ്തുവിൻ്റെ രഹസ്യവുമായിട്ട് ബന്ധപ്പെടുമ്പോഴാണ്. അവിടെയാണ് കണ്ണ് നീര് വരുന്നത്. അല്ലാണ്ട് വെറുതെ ആ സങ്കീർത്തനം വെറുതെ വായിക്കണത് പാടിയത് കൊണ്ടല്ല. അതിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന അന്തരാർത്ഥം ക്രിസ്തുവുമായിട്ട്, അതായത് ക്രിസ്തു കേന്ദ്രീകൃതമാണ് 150 സങ്കീർത്തനങ്ങളും. മനസ്സിലായോ? നിന്റെ വിജയത്തിൽ ഞങ്ങൾ ആഹ്ലാദിക്കും, അങ്ങനെ ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തിൽ ഞങ്ങൾ ജയപദ. എനിക്കണ്ട, നമുക്ക് കരച്ചിൽ വരാണ് ആ പാട്ട് പാടിയിട്ട്, മനസ്സിലാവണ്ടോ? ഞാനെപ്പോൾ എൻ്റെ ഫോണിൽ ഈ പാട്ട് വയ്ക്കുന്നു, ഞാനപ്പോൾ കരയും, മനസ്സിലാവണ്ടോ? അപ്പം എന്താണ് അതിൻ്റെ അർത്ഥം? എന്തുകൊണ്ടാണ് ഈ കണ്ണുനീര് വരുന്നത് നമുക്ക് ഫീൽ ചെയ്യുന്നത്? അത് ക്രിസ്തുവിൻ്റെ രഹസ്യവുമായിട്ട്, ക്രിസ്തുവുമായിട്ട്, അവൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുക. ബന്ധം എന്നല്ല, അതാണ് ആ വാക്കുകൾ. നിധി കൂടുതൽ എങ്ങനെ എനിക്കത് പറഞ്ഞു തരണമെന്ന് അറിയില്ല. കണ്ടോ, പുതിയ നിയമത്തിലെ ദൈവനിവേശിതരായ എഴുത്തുകാരെ പോലെ. അപ്പോൾ പുതിയ നിയമത്തിലെ ദൈവനിവേശിതരായ എഴുത്തുകാരെ എന്താണ് പറഞ്ഞത്? അതാണ് ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 44-ാമത്തെ വചനം ഒന്ന് വായിച്ചേ. ലൂക്ക 24:44 എന്താണ് പറഞ്ഞത്? ലൂക്ക 24:44 ഒന്ന് വേഗം എടുത്തേ നിങ്ങൾ. ഞാൻ വായിക്കാം, പക്ഷെ നിങ്ങളൊന്ന് എടുത്തേ, അതൊന്നും എടുത്തേ. ലൂക്ക 24:44 എന്താ പറയണേ? കണ്ടോ? ഞാനത് വായിക്കട്ടെ. അവൻ അവരോട് പറഞ്ഞു, മോശയുടെ നിയമത്തിലും പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിലും, കണ്ടോ, സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നതല്ല. കണ്ടോ, സങ്കീർത്തനങ്ങളിൽ, അതായത് പഴയ നിയമം മുഴുവനും അല്ലേ ക്രിസ്തുവിൻ്റെ രഹസ്യം അടങ്ങിയിട്ടുള്ളതാണ്. പക്ഷേ 150 സങ്കീർത്തനങ്ങളും വളരെ വിശേഷമായിട്ട് യേശു ക്രിസ്തുവിൻ്റെ രഹസ്യങ്ങളിൽ അധിഷ്ഠിതമായി കൊണ്ടാണ് ആ സങ്കീർത്തനങ്ങൾ എല്ലാം എഴുതപ്പെട്ടിട്ടുള്ളത്. ഇപ്പം നമ്മൾ പെട്ടെന്ന് പറയും ദാവീദിൻ്റെ സങ്കീർത്തനം. ശരിയാണ്, പക്ഷേ ദാവീദിൻ്റെ സങ്കീർത്തനമാണെങ്കിലും അത് ദാവീദിലൂടെ പരിശുദ്ധാത്മാവ് എഴുതിയത് ആരെക്കുറിച്ചാണ് ആദ്യം? മനസ്സിലായോ? യേശുവിനെ കുറിച്ചാണ് ആദ്യം എഴുതിയത്. മനസ്സിലാവുണ്ടോ? അതായത് ആ രാജ്യം വിട്ട് അല്ലേ ദാവീദ് മറ്റു ഗത്തി രാജാവിൻ്റെ അടുത്തോടൊക്കെ പോയപ്പോൾ നമ്മൾ കഴിഞ്ഞ 2-3 ആഴ്ചക്ക് മുമ്പൊക്കെ ഇത് പറഞ്ഞായിരുന്നു. അപ്പോൾ ആ ദാവീദ് രാജാവ് ഇങ്ങനെ ആ പോയ വഴിയിലൂടെ മൂക്കളെയൊക്കെ ഒലിപ്പിച്ച് തുപ്പലക്ക അല്ലേ ഒഴുക്കി ഇങ്ങനെ കൈ രണ്ടും ഇട്ട് അടിച്ച് ആണ് പോയത്. അത് യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവമായിട്ട് ബന്ധമുണ്ടെന്ന്. യേശുക്രിസ്തു അനുഭവിക്കാനിരിക്കുന്ന പെസഹ രഹസ്യത്തിൻ്റെ ഒരു മുൻ അവസ്ഥ ഈ ദാവീദിന് കൊടുക്കുകയാണ് കർത്താവ്. മനസ്സിലാവുണ്ടോ? അപ്പോൾ ഇപ്പോൾ 24 അല്ലേ ലൂക്കയുടെ സുവിശേഷം 24-ാം അധ്യായം 44-ാമത്തെ വചനം എന്നെക്കുറിച്ച് അല്ലേ മോശയുടെ അല്ലേ ഗ്രന്ഥങ്ങളിലും പ്രവാചകൻ ഗ്രന്ഥങ്ങളിലും പിന്നെന്താണ് സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നത് പൂർത്തിയാകേണ്ടതില്ലേ? ഉണ്ടോ? അവർ എൻ്റെ കൈകാലുകൾ കുത്തിത്തുളച്ചു. ഇപ്പൊ നമ്മൾ പ്രവചനത്തിൽ ഇങ്ങനെ ഒരു വേട് വന്നു, നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു? അപ്രാപ്യമായ പാറയിൽ എന്നെ കയറ്റി നിർത്തണമേ. അപ്രാപ്യമായ പാറയിൽ നിങ്ങളെ കയറ്റി നിർത്തും. ആ അപ്രാപ്യമായ പാറ ക്രിസ്തു തന്നെയാണെന്ന്
ആണ് വ്യാഖ്യാനിക്കണേ, ക്രിസ്തു തന്നെയാണ്. മനസ്സിലായോ? പാറ ആരാണ്? ആ പ്രാപ്യമായ, എനിക്ക് പ്രാപിക്കാൻ പറ്റാത്തൊരു പാറയാണ്. ആര്? ദൈവം തന്നെയാണത്, ആ പാറ. മനസ്സിലാവുന്നുണ്ട്? എനിക്കപ്രാപ്യമായ പാറയിൽ എന്നെ കയറ്റി നിർത്തണതാരാണ്? എന്നെ കയറ്റി നിർത്തണതാരാണ്? ദൈവം തന്നെയാണ്. മനസ്സിലായോ? ആ പാറ ദൈവമാണ്, ആ പാറയിൽ എന്നെ കയറ്റി നിർത്തുന്നതും ദൈവം തന്നെയാണ്. അപ്പോൾ 150 സങ്കീർത്തനങ്ങൾ നമ്മൾ വായിക്കുമ്പോഴേ കളിച്ച് അല്ലേ, ഞാനതൊരു ഇതായിട്ട് പറയാനാണ്, നമ്മൾ കളിയായിട്ട് വായിക്കരുത്. മനസ്സിലായോ? 150 സങ്കീർത്തനങ്ങളിലും ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ വരുമ്പോൾ നമ്മൾ കരയും എന്നുള്ളത് എൻ്റെ വ്യക്തിപരമായ അനുഭവമാണ്. മനസ്സിലായോ? നമ്മളറിയാതെ കരഞ്ഞു പോകും. മനസ്സിലാവുന്നുണ്ട്? അപ്പം ഇനി CCCയുടെ അടിയിലേക്ക് പോകാം. അപ്പം ഇപ്പം ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. 2641 നമ്മൾ ആ പുതിയ നിയമത്തിലെ ദൈവനിവേശിതരായ എഴുത്തുകാരെ പോലെ ആദിമ ക്രൈസ്തവ സമൂഹം അല്ലേ, ആദിമ ക്രൈസ്തവ സമൂഹം എന്ന് പറഞ്ഞാൽ അപ്പസ്തോല പ്രവർത്തനത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം അല്ലേ, ആ ആഗമനത്തിന് ശേഷമാണ് ആദിമ ക്രൈസ്തവ സമൂഹം ഉണ്ടാകുന്നത്. ഒക്കെ നമുക്ക് 2-ാം അധ്യായത്തിൽ നോക്കുമ്പോൾ കാണാം, അത് പിന്നെ നോക്കണ്ട. അപ്പോൾ ആദിമ ക്രൈസ്തവ സമൂഹം സങ്കീർത്തന ഗ്രന്ഥം പുനർവായിച്ചത് അവയിലൂടെ ക്രിസ്തുവിൻ്റെ രഹസ്യം ആലപിച്ചുകൊണ്ടാണ്. എന്നിട്ട് ക്രിസ്തു തന്നെയും, അതായത് മാതാവും ഔസേപ്പ് പിതാവും ക്രിസ്തു തന്നെയും യഹൂദ ആ വംശം മുഴുവനും അല്ലേ, അവരെല്ലാവരും എന്താണ് അന്ന് പാടി പ്രാർത്ഥിച്ചിരുന്നു വെച്ചത്? അന്ന് എന്തായിരുന്നു അവരുടെ പ്രാർത്ഥന? യാമപ്രാർത്ഥനകളും പിന്നെന്താണ്? സങ്കീർത്തനങ്ങളും. യാമപ്രാർത്ഥനകളിൽ മുഴുവൻ സങ്കീർത്തനങ്ങളുണ്ട് അല്ലേ? മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ യേശു ക്രിസ്തു തന്നെയും പാടി പ്രാർത്ഥിച്ചിരുന്നത് ഈ സങ്കീർത്തനങ്ങളാണ്. മനസ്സിലായോ? അപ്പോൾ യേശു ക്രിസ്തു ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അവൻ ജനിക്കുന്നതിന് അല്ലെ, അവൻ മനുഷ്യാവതാരം എടുക്കുന്നതിനും 1000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്ന ആ രഹസ്യങ്ങൾ എന്തെന്നാണ്? അവർ എൻ്റെ കൈകാലുകൾ കുത്തിത്തുളച്ചു. ഇത് യേശു ക്രിസ്തു പാടിക്കൊണ്ട് നടക്കുമായിരുന്നു, പ്രാർത്ഥിക്കുമായിരുന്നു. മനസ്സിലാവുണ്ടോ? എൻ്റെ ശരീരം സുരക്ഷിതമായി വിശ്രമിക്കുന്നു. മനസ്സിലായോ? അവിടുന്നെന്നെ പാതാളത്തിൽ തള്ളുകയില്ല, അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കുകയില്ല. ഇത് ക്രിസ്തു തന്നെ പാടുമ്പോഴുള്ളൊരു ഇതൊന്ന് ആലോചിച്ച് നോക്കിയേ. അങ്ങനെ നമ്മൾ ആ കൂട്ടത്തിൽ യേശു ക്രിസ്തുവിനെ കൂടി നടക്കുകയാണെന്ന് വിചാരിക്കുക. എന്നിട്ട് ഇങ്ങനെ ഒന്ന് ആലോചിച്ചേ. പക്ഷെ നമുക്കപ്പോൾ ആ രഹസ്യം അറിയണമെന്നില്ല. പക്ഷേ ആ രഹസ്യം നമുക്കും അറിയാമെങ്കിലോ, അപ്പം നമുക്ക് എങ്ങനെ ആയിരുന്നിരിക്കും ഫീൽ വരിക? ഞാനിങ്ങനെയൊക്കെ ഇമാജിൻ ചെയ്യണ ആളാണ് കേട്ടോ, ഞാനിങ്ങനെയൊക്കെ ഇമാജിൻ ചെയ്യണ ആളാണ്. മനസ്സിലായോ? ക്രിസ്തുവിനോടൊപ്പം നമ്മളാണ് നടക്കണമെന്ന് വിചാരിക്കുക. ആ രഹസ്യം ഒരു പക്ഷേ ക്രിസ്തുവിനെ അറിയുന്നത് പോലെ മറ്റാർക്കും അറിയണമെന്നില്ല അന്നത്തെ കാലഘട്ടത്തിൽ. മനസ്സിലാവുണ്ടോ? പക്ഷേ നമുക്കും അറിയാമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അപ്പോൾ യേശു ക്രിസ്തു ഇത് പാടുമ്പോൾ നമ്മൾ അവൻ്റെ കൂടെ നടക്കണ ആ സമയത്ത് എന്തായിരുന്നിരിക്കാം നമുക്കുണ്ടായേക്കാവുന്ന ഒരവസ്ഥ? മനസ്സിലാവുണ്ടോ? ആ അവസ്ഥ നമുക്കിപ്പോൾ ഉണ്ടാവും. ആ അവസ്ഥ നമുക്ക് ഇപ്പം ഉണ്ടാകും. ആ രഹസ്യം മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ പൂർണ്ണതയൊന്നും മനസ്സിലാക്കാനൊന്നും നമുക്ക് പറ്റില്ല. പക്ഷെ എന്നാലും അതിൻ്റെ ഒരു മണൽത്തരി അനുഭവം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ തന്നെ എനിക്കത് പാടി മുഴുമിപ്പിക്കാൻ പറ്റിയില്ല. നിങ്ങൾ കേട്ടോ, എനിക്ക് കരച്ചിൽ വന്നായിരുന്നു. മനസ്സിലായി? അത് ഒറ്റക്കാണെങ്കിലാണ് ഞാൻ ശരിക്കങ്ങാട് വാവിട്ട് കരഞ്ഞു പോകും. ഒറ്റയ്ക്കാണെങ്കിൽ അത് മറ്റുള്ളവർ കാണുമ്പോൾ നമുക്കൊരു പിടിച്ചു നിൽക്കൽ തന്നെയാണ് ഇങ്ങനെ കണ്ണുനീര്. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തതിലോട്ട് കിടക്കാം. അപ്പോൾ ഇത് മനസ്സിലായല്ലോ. അപ്പോൾ അവയിലൂടെ ക്രിസ്തുവിൻ്റെ രഹസ്യം ആലപിച്ചുകൊണ്ടാണ് അല്ലേ? ഇനി അടുത്ത സെൻറ്റൻസ് കേട്ടോ, CCCയിലെ അടുത്ത സെൻറ്റൻസ്, ദൈവം തൻ്റെ പുത്രനിലൂടെ. ശ്രദ്ധിക്കണേ, ഇത് പെട്ടെന്ന് മനസ്സിലാക്കാൻ ആദ്യം ആയിട്ടൊക്കെ കയറിയെടുക്കണവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായേക്കാം. അതുകൊണ്ടാണ് അവിടെ നോക്കിയിരിക്കണം. ആ സെൻറ്റൻസുകൾ ഞാനിവിടെ വായിക്കുമ്പോൾ നോക്കിയിരിക്കണേ. ദൈവം തൻ്റെ പുത്രനിലൂടെ നിർവഹിച്ച അത്ഭുതപൂർവമായ സംഭവങ്ങളുടെ
കണ്ടോ? ശ്രദ്ധിക്കണേ, ദൈവം തൻ്റെ പുത്രനിലൂടെ നിർവഹിച്ച അത്ഭുതപൂർവമായ സംഭവങ്ങളുടെ, പിന്നെ ഞാനിനി വായിക്കാൻ പോണത് ശ്രദ്ധിക്കണേ, സംഭവങ്ങളുടെ വെളിച്ചത്തിൽ. ശ്രദ്ധിച്ചോ? ഞാൻ വായിച്ചതിൻ്റെ ഒരു രീതി മനസ്സിലായോ? ഞാനൊന്നും കൂടി വായിക്കാൻ പോണേണ്. ദൈവം തൻ്റെ പുത്രനിലൂടെ നിർവഹിച്ച അത്ഭുതപൂർവമായ സംഭവങ്ങളുടെ വെളിച്ചത്തിൽ. എന്നിട്ട് അതിൻ്റെ ഇടയിൽ 2-3-4 കാര്യങ്ങൾ, 4 പോയിന്റ് എഴുതി വെച്ചിട്ടുണ്ട്. 4 പോയിന്റുകൾ വരുന്നുണ്ട്. എന്തൊക്കെയാണത്? 4 പോയിന്റുകൾ എന്തൊക്കെയാണ്? യേശുവിൻ്റെ മനുഷ്യാവതാരം, അല്ലേ? അതിനെ പ്രത്യേകിച്ച് വ്യാഖ്യാനിക്കേണ്ടതില്ല, ഈശോൻ്റെ മനുഷ്യാവതാരം. ഇനി രണ്ടാമത്തെ എന്താണ്? മരണത്തെ കീഴടക്കിയ അവിടുത്തെ മരണം, അതായത് ക്രിസ്തുവിൻ്റെ പീഡാനുഭവവും കുരിശുമരണവും. അപ്പം അതിൽ തന്നെ എന്തുണ്ട്? ഖബറടക്കമുണ്ട്. ഖബറിലാണ് പീഡാനുഭവം കുരിശുമരണം എന്ന് പറയുമ്പോൾ അതിലെന്തുണ്ട്? നമ്മൾ പ്രത്യേകിച്ചെടുത്ത് പറയാത്തത്, പിന്നെ ഉദ്ധാനം എന്നാ പറയാം, പക്ഷെ നമ്മൾ പ്രത്യേകിച്ചെടുത്ത് പറയാത്തൊരു കാര്യം, എന്നാൽ എന്താണ് മാറ്റി നിർത്താൻ സാധിക്കാത്ത ഒരു കാര്യം എന്താണ്? അവൻ ഖബറിലാണ്. മനസ്സിലായി? പീഡാനുഭവം കുരിശുമരണം കഴിഞ്ഞ് പിന്നെ ഖബറാണ്. കണ്ടോ? അപ്പം അവിടുത്തെ കീഴടക്കിയ, അല്ലേ, മരണത്തെ കീഴടക്കിയ അവിടുത്തെ മരണം. ഇനി മൂന്നാമത്തെ രഹസ്യം എന്താണ്? അവിടുത്തെ ഉയർത്തെഴുന്നേൽപ്പ്, ഉദ്ധാനം. നാലാമത്തത് എന്താണ്? പിതാവിൻ്റെ വലത്ത് ഭാഗത്തേക്കുള്ള സ്വർഗാരോഹണം. അപ്പം ഇതിനെന്തെന്ന് പറയും? എന്തെന്നാണ് സഭ പറയണ മറ്റൊരു പേര്? എന്തെന്ന് പറയും? പെസഹ രഹസ്യം എന്ന് പറയും. മനസ്സിലായോ? എന്തെന്ന് പറയും? അവൻ്റെ പെസഹ, അവൻ്റെ കടന്നുപോകൽ. എന്താണ് അവൻ്റെ പെസഹ, അവൻ്റെ കടന്നുപോകൽ? ഇതിപ്പോൾ അടുത്ത ഞായറാഴ്ച ജെറുസലേം പ്രവേശനമാണ്, അല്ലേ? അതിലേക്കുള്ള പ്രവേശനമാണ് എന്ത്? ഈ അടുത്ത ഞായറാഴ്ച ജെറുസലേം പ്രവേശനം. എന്താണ്? കുരുത്തോല അല്ലേ? അങ്ങനെയല്ലേ പറയണേ? കുരുത്തോല തിരുനാൾ, അല്ലേ? ഓശാന ഞായർ എന്നൊക്കെ അല്ലേ? അതെന്താണ്? അത് ഈ പെസഹായിലേക്കുള്ള ആദ്യത്തെ ചുവടുവയ്പ്പാണ്. മനസ്സിലായോ? അപ്പോൾ ആ പെസഹ, അവൻ്റെ പെസഹ എന്ന് പറഞ്ഞാൽ എന്താണ്? പീഡാനുഭവം. എന്താണ്? അല്ലേ, കർത്താവ് ഈശോ മിശിഹായുടെ എന്താണ്? പീഡാനുഭവം കുരിശുമരണം ഉദ്ധാനം. അപ്പോൾ പീഡാനുഭവം കുരിശുമരണം എന്ന് പറയുമ്പോൾ അവിടെ എന്തുണ്ട്? ഖബറുണ്ട്, ഖബർ. അപ്പോൾ ഇവിടെ മനുഷ്യാവതാരം എഴുതിയിട്ടുണ്ട്, പിന്നെ അവൻ്റെ പീഡാനുഭവം കുരിശുമരണം എന്നുള്ളത്, അല്ലേ, അവിടെ മരണത്തെ കീഴടക്കി അവിടുത്തെ മരണം, പിന്നെ ഉയർത്തെഴുന്നേൽപ്പ്, പിതാവിൻ്റെ വലത്ത് ഭാഗത്തുള്ള സ്വർഗാരോഹണം. അപ്പം നമ്മൾ പറയുമ്പോൾ എന്തെന്ന് പറയും? പെസഹ രഹസ്യം എന്ന് പറയുമ്പോൾ എന്തെന്നാ പറയുക സാധാരണ? പീഡാനുഭവം കുരിശുമരണം ഉദ്ധാനം സ്വർഗാരോഹണം. മനസ്സിലായി? ഇതിനെയാണ് പെസഹ രഹസ്യം എന്ന് പറയുക. അപ്പോൾ ശ്രദ്ധിച്ചോ നിങ്ങൾ? സ്വർഗാരോഹണ വെളിച്ചത്തിൽ. ഞാൻ വായിച്ചതിൻ്റെ ഒരു രീതി മനസ്സിലായോ നിങ്ങൾക്ക്? ഞാനൊന്നും കൂടി വായിക്കണതാണ്. ദൈവം തൻ്റെ പുത്രനിലൂടെ നിർവഹിച്ച അത്ഭുതപൂർവകമായ സംഭവങ്ങളുടെ വെളിച്ചത്തിൽ. അപ്പം എന്തിൻ്റെയൊക്കെ വെളിച്ചത്തിലാണ്? എന്തിൻ്റെ വെളിച്ചത്തിലാണ്? അവൻ്റെ പീഡാനുഭവം, കുരിശുമരണം, ഉദ്ധാനം, സ്വർഗാരോഹണം. ഉദ്ധാനം, സ്വർഗാരോഹണം, അല്ലേ? ഇതിൻ്റെ എല്ലാം വെളിച്ചത്തിലാണ്, അല്ലേ? ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞ ഇതിൻ്റെ വെളിച്ചത്തിൽ. ഞാനൊന്നും കൂടി ഒന്ന് വായിക്കട്ടെ. ദൈവം തൻ്റെ പുത്രനിലൂടെ നിർവഹിച്ച അത്ഭുതപൂർവമായ സംഭവങ്ങളുടെ വെളിച്ചത്തിൽ. എന്താണ് ആ സംഭവം? ആ സംഭവമാണ് ഈ 4 പോയിന്റുകൾ. മനുഷ്യാവതാരം, മരണത്തെ കീഴടക്കി അവൻ്റെ മരണം, അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്, പിതാവിൻ്റെ വലത്ത് ഭാഗത്തേക്കുള്ള സ്വർഗാരോഹണ വെളിച്ചത്തിൽ. അപ്പോൾ വായിക്കുമ്പോൾ എങ്ങനെ വായിക്കും? ദൈവം തൻ്റെ പുത്രനിലൂടെ നിർവഹിച്ച അത്ഭുതപൂർവമായ സംഭവങ്ങളുടെ വെളിച്ചത്തിൽ ആത്മാവിൻ്റെ നവീനത ഉൾക്കൊണ്ട്. ഇന്ന് ആത്മാവിൻ്റെ നവീനത ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാൽ എന്താണ് ഈ നവീനത? പുതുമ, അല്ലേ? ആത്മാവിൻ്റെ പുതുമ, അതായത് പരിശുദ്ധാത്മാവിൻ്റെ. അതാണ് ഈശോ പറഞ്ഞത്, നിങ്ങൾ ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ എന്ത് ചെയ്യണം? അല്ലേ, നഗരത്തിൽ തന്നെ വസിക്കി. ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നിങ്ങൾ നഗരത്തിൽ തന്നെ വസിക്കാൻ. മനസ്സിലായോ? അപ്പോൾ ആ പറഞ്ഞ ഞാൻ ഇപ്പം ഇന്നത്തെ ലത്തീൻ ആരാധനക്രമത്തിലെല്ലാം വായനകൾ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു. എന്തെന്നാണ് വായനകൾ? സുവിശേഷം വായനയൊക്കെ, അല്ലേ? എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും. മനസ്സിലായോ? എൻ്റെ ആത്മാവിനെ. എസെക്കിയേൽ 37, പ്രതിവചന സങ്കീർത്തനം 130.
രണ്ടാം വായന റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 11 വരെയുള്ള വചനങ്ങൾ, 8 മുതലാറ്റെ. അപ്പം അവിടെയൊക്കെ എന്താ പറയണത് മനസ്സിലായോ? അതായത് പരിശുദ്ധ അല്ലേ, എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കുമെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കാര്യമാണ്. എവിടെ പറഞ്ഞ കാര്യം? ഇത് കണ്ടോ, അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം നോക്കിയേ. 2-ാം അധ്യായം തുടങ്ങുന്നത് എന്താണ്? പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം. പിന്നെ സുവിശേഷ വായന എന്താണ്? ഇന്നത്തെ ലാസറിനെ ഉയർപ്പിച്ചതാണ് യോഹന്നാൻ. ഇത് ഞാൻ കാണാണ്ട് നോക്കിയിട്ട് പറഞ്ഞല്ല കേട്ടോ, ഞാൻ നോക്കിയിട്ട് പറഞ്ഞല്ല. ലത്തീൻ ആരാധന ക്രമത്തിൽ ഇന്ന് വിശുദ്ധ ബലിയർപ്പണത്തിലെ വായനകളും 1-ാം വായനയും പ്രതിവചന സങ്കീർത്തനം 2-ാം വായനയും സുവിശേഷ ഭാഗമാണ് ഞാൻ പറഞ്ഞു. അപ്പം ഇതെല്ലാം എന്തിനെയാണ് സൂചിപ്പിക്കണേ? എന്തിനെയാണ്? എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും, ഞാനാണ് പുനരുദ്ധാനവും ജീവനും എന്നൊക്കെ ഈശോ പറയണതേ. ഈ പരിശുദ്ധാത്മാവ് എന്തിൻ്റെയാണ്? ആത്മാവിൻ്റെ നവീനത. അതാണ് ആ പുതുമ. ആ പുതുമ എവിടെയാണ് അനുഭവിച്ചത് ആദ്യം വിശ്വാസികൾ? അതാണ് അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായത്തിൽ കിടക്കണേ, പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം. അപ്പോൾ ഞാൻ ഒന്ന് വായിക്കട്ടെ. പെന്തക്കോസ്തായുടെ ദിവസം ആഗതമായപ്പോൾ അവരെല്ലാവരും ഒരേ സ്ഥലത്ത് ഒരുമിച്ചായിരുന്നു. ഞാനത് പഠന ബൈബിളിൽ നിന്നാണ് വായിക്കണേ. കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്ത് നിന്നുണ്ടായി. അതവർ ഇരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നി പോലുള്ള വിഭജിക്കപ്പെട്ട നാവ്. കണ്ടോ നമ്മുടെ POC ബൈബിളിൽ ഇങ്ങനൊരു വാക്കുണ്ടോ? അതായത് അഗ്നി പോലുള്ള വിഭജിക്കപ്പെട്ട നാവുകൾ. അതായത് ഓരോരുത്തരുടെയും അല്ലേ എന്നൊക്കെ പറഞ്ഞെഴുതും. അപ്പോൾ വിഭജിക്കപ്പെട്ട എന്ന വാക്കുണ്ടോ അവിടെ? ഉണ്ടോ POC ബൈബിളിൽ? ഇല്ലെന്നാണ് എൻ്റെ ഇതിൽ. വിഭജിക്കപ്പെട്ട നാവുകൾ അവർക്ക് കാണപ്പെട്ടു. അതായത് വിഭജിക്കപ്പെട്ട എന്ന് പറഞ്ഞാൽ അല്ലേ POC ബൈബിളിൽ എന്ത് എഴുതിയേക്കണേ? ഓരോരുത്തരുടെയും. മനസ്സിലായോ? ഇവിടെ വിഭജിക്കപ്പെട്ട. അപ്പോൾ രണ്ടും വ്യതിരിക്തമാണോ? രണ്ടും വ്യത്യാസമാണോ? രണ്ടും പരസ്പര പൂരകങ്ങളാണ്, ഒരുമിച്ച് പോകുന്നതാണ്. കണ്ടോ? വിഭജിക്കപ്പെട്ട നാവുകൾ അവർക്ക് കാണപ്പെട്ടു. ഓരോന്നും ഓരോരുത്തരുടെയും മേൽ ഇറങ്ങി വന്നു. അവരെല്ലാവരും പരിശുദ്ധാത്മാവാൽ നിറഞ്ഞു. ഇതാണ് ഇപ്പം നമ്മൾ CCCയിൽ വായിച്ച എന്തിൻ്റെ എല്ലാം. ഞാനൊന്നും കൂടി വായിക്കട്ടെ. CCCയിൽ നോക്ക്, ഈ ബൈബിളും നിങ്ങൾ തുറന്നു വെച്ചോ. CCCയിൽ ഞാനൊന്നും കൂടി വായിക്കട്ടെ. ദൈവം തൻ്റെ പുത്രനിലൂടെ നിർവഹിച്ച അത്ഭുതപൂർവമായ സംഭവങ്ങളുടെ വെളിച്ചത്തിൽ. ആ വെളിച്ചം എന്താണ്? ആ സംഭവങ്ങൾ എന്തായിരുന്നു? യേശുവിൻ്റെ മനുഷ്യാവതാരം, മരണത്തെ കീഴടക്കി അവൻ്റെ മരണം, അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്, പിതാവിൻ്റെ വലത്ത് ഭാഗത്തേക്കുള്ള സ്വർഗാരോഹണം. ഇത്രയും ആ രക്ഷാകര പദ്ധതിയുടെ ആ വെളിച്ചത്തിൽ ആത്മാവിൻ്റെ കണ്ടോ, ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമല്ലേ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം? മനസ്സിലാവുണ്ടോ? യേശുവിൻ്റെ ആ പെസഹായ്ക്ക് ശേഷമല്ലേ അവൻ്റെ ആ പെസഹ കടന്നു പോയതിലൂടെയല്ലേ ആ സ്വർഗാരോഹണത്തിന്, യേശുവിൻ്റെ സ്വർഗാരോഹണം, പിതാവിൻ്റെ വലത്ത് ഭാഗത്തേക്കുള്ള ആ സ്വർഗാരോഹണത്തിന് ശേഷമല്ലേ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നത്, അയച്ചത്. ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ ഇല്ലേ? ഈശോ യോഹന്നാൻ്റെ സുവിശേഷത്തിലെല്ലാം പറഞ്ഞു. എന്ത് പറഞ്ഞു? എന്ത് പറഞ്ഞു അല്ലേ? ഞാൻ നിങ്ങൾക്ക് മറ്റൊരു സഹായകനെ നൽകും അല്ലേ? മറ്റൊരു സഹായകൻ. അപ്പം അതിൻ്റെ എല്ലാം പൂർത്തീകരണമാണ് ഈ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം. അപ്പോൾ CCCയിൽ അപ്പം ഇതെല്ലാം എന്തിൻ്റെ വെളിച്ചത്തിലാണ്? ഏത് സംഭവങ്ങളുടെ പൂർണ്ണതയിലാണ് ഇതൊക്കെ? യേശുവിൻ്റെ പീഡാനുഭവം, കുരിശുമരണം, ഉദ്ധാനം, സ്വർഗാരോഹണമാകുന്ന പെസഹ രഹസ്യത്തിന് ശേഷമാണ് എന്ത് സംഭവിക്കുന്നത്? ആത്മാവിൻ്റെ നവീനത ഉൾക്കൊള്ളാൻ പറ്റണേ. മനസ്സിലായോ? ആത്മാവിൻ്റെ നവീനത എപ്പോഴാണ് ഉൾക്കൊള്ളാൻ പറ്റിയത്? യേശു ക്രിസ്തുവിൻ്റെ പെസഹ രഹസ്യത്തിന് ശേഷമാണ്. അത്ര മനസ്സിലായല്ലോ അല്ലേ? ആത്മാവിൻ്റെ നവീനത ഉൾക്കൊണ്ട് അവർ പ്രാർത്ഥനാ ഗാനങ്ങളും സ്തോത്രഗീതങ്ങളും രചിച്ചു എന്ന് പറഞ്ഞാൽ അല്ലേ, ഇതെല്ലാം എഴുതിയത് അല്ലേ? വിശുദ്ധ ഗ്രന്ഥം മുഴുവനും വിശുദ്ധ ഗ്രന്ഥം മുഴുവനും ദൈവനിവേശിതങ്ങളാണെന്ന് പറയണത് എന്താ? അതുകൊണ്ടാണ് ആത്മാവിൻ്റെ നവീനത ഉൾക്കൊണ്ടുകൊണ്ടാണ് പിന്നെ ഇവർ ഇതൊക്കെ എഴുതാൻ. മനസ്സിലായോ? അങ്ങനെ അവർ പ്രാർത്ഥനാ ഗാനങ്ങളും സ്തോത്രഗീതങ്ങളും രചിച്ചു. അപ്പം അതിനെ നമുക്ക് ഇതിൽ ഈ 125 എന്ന് പറഞ്ഞിടത്തെ
കുറച്ച് വചനങ്ങൾ കോട്ട് ചെയ്തിട്ടുണ്ട്. അത് നമുക്കൊന്നൊന്ന് സ്പീഡിലൊന്ന് വായിച്ചു പോകണ നല്ലതായിരിക്കും. അല്ലെങ്കിൽ പിന്നെ അത് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം. ഞാൻ ഇത്തിരി സ്പീഡിൽ പോകണേ, നിങ്ങൾ അത് പിന്നീട് ഒക്കെ നോക്കണേ കേട്ടോ. പിന്നീട് ഇത് കഴിഞ്ഞിട്ടാണെങ്കിൽ നോക്കണം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 6 മുതൽ 11 വരെയുള്ള വചനങ്ങൾ ഞാൻ വായിക്കാൻ പോണേ. 6 മുതൽ കണ്ടോ, ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിലായി തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. മരണം വരെ, അതെ കുരിശു മരണം വരെ അനുസരണമുള്ളവനായി തന്നെ താഴ്ത്തി. ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. ഇത് യേശുവിൻ്റെ നാമത്തിനു മുൻപിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളങ്ങളിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും യേശു ക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിന് വേണ്ടിയാണ്. ഇനി എന്തെന്നാണ് 6 മുതൽ 11 വരെയുള്ള ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ. അത് കഴിഞ്ഞിട്ട് കൊളോസോസ് 1-ാം അധ്യായം. കൊളോസോസ് 1-ാം അധ്യായം എടുത്തേ. കൊളോസോസ് 1-ാം അധ്യായത്തിൽ 15 മുതൽ 20 വചനങ്ങൾ, 15 മുതൽ 20 വരെയുള്ള വചനം. അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപവും എല്ലാ സൃഷ്ടികൾക്കും മുമ്പുള്ള ആദ്യജാതനുമാണ്. കാരണം അവനിൽ സ്വർഗത്തിലും ഭൂമിയിലും ഉള്ള ദൃശ്യവും അദൃശ്യവുമായ എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടു. സിംഹാസനങ്ങളോ ആധിപത്യങ്ങളോ ശക്തികളോ അധികാരങ്ങളോ എന്തുമാകട്ടെ എല്ലാം അവനിലൂടെയും അവന് വേണ്ടിയുമാണ് സൃഷ്ടിക്കപ്പെട്ടത്. അവനാണ് എല്ലാറ്റിനും മുമ്പുള്ളവൻ. അവനിൽ സമസ്തവും സ്ഥിതി ചെയ്യുന്നു. അവൻ സഭയാകുന്ന ശരീരത്തിൻ്റെ ശിരസ്സാണ്. അവൻ എല്ലാറ്റിൻ്റെയും ആരംഭവും മരിച്ചവരിൽ നിന്നുള്ള ആദ്യജാതനുമാണ്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും അവൻ പ്രഥമസ്ഥാനീയനായി. എന്തെന്നാൽ അവനിൽ സർവസമ്പൂർണതയും നിവസിക്കണമെന്ന് ദൈവം തീരുമാനസായി. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളെയും അവനിലൂടെ അവിടുന്ന് തന്നോട് അനുരഞ്ജിപ്പിക്കുകയും അവൻ കുരിശിൽ ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു. ഒരു കാര്യം ചെയ്യും, നിങ്ങളെ അത് ആ വചനഭാഗങ്ങൾ കുറച്ചധികം ഉണ്ട്, നിങ്ങളത് പിന്നീട് നോക്കിയാൽ മതി. നമ്മളിപ്പോൾ അടിയിലേക്ക് വീണ്ടും പോവാണ്. കാരണം അത് ഒരുപാട് കോട്ടുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തെന്നാണ്, ആത്മാവിൻ്റെ നവീനത ഉൾക്കൊണ്ടുകൊണ്ട് അവർ പ്രാർത്ഥനാ ഗാനങ്ങളും സ്തോത്രഗീതങ്ങളും രചിച്ചു എന്നുള്ളതിനെക്കുറിച്ചുള്ള ആ കോട്ടാണ് അല്ലേ 125 നമ്പറിൽ. പിന്നെ അങ്ങനെ കുറച്ച് വചനങ്ങൾ അവിടെ അടിക്കുറിപ്പിൽ എഴുതിയിട്ടുണ്ട്. അത് നമ്മൾ പിന്നെ നോക്കിയാൽ മതി നിങ്ങൾ. ഇനി ഞാൻ അടിയിലേക്ക് വായിക്കട്ടെ. രക്ഷാകര പ്രക്രിയ മുഴുവൻ്റെയും ഈ വിസ്മയാവഹമായ പ്രവർത്തനത്തിൽ നിന്ന് ഉയരുന്നതത്രേ സ്തുതിഗീതം, ദൈവസ്തുതി. 126. അപ്പോൾ അവിടെയും കുറച്ച് വചനങ്ങൾ പറയുന്നുണ്ട്. 126 വചനങ്ങളൊന്ന് വായിക്കാം, നോക്കട്ടെ. 126 എന്താ എഴുതിയിരിക്കണം? എഫേസോസ് 1-ാം അധ്യായം, എഫേസോസ് 1-ാം അധ്യായം 3 മുതൽ 14 വരെയുള്ള വചനങ്ങളോ. ഞാൻ മുമ്പ് ചുരുക്കമായി നിങ്ങൾക്ക് എഴുതിയിട്ടുള്ളതുപോലെ വെളിപാട് വഴിയാണ് രഹസ്യം എനിക്ക് അറിവായത്. ഞാൻ ആ 3-ാമത്തെ വചനം മാത്രം വായിച്ചാണ്, പിന്നെ 14-ാമത്തെ വചനം. അപ്പം നിങ്ങളത് പിന്നീട് നോക്കിയാൽ മതി. 14-ാമത്തെ വചനം എന്താണ്? ഈ കാരണത്താൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ പിതൃത്വങ്ങൾക്കും നാമകാരണമായ പിതാവിൻ്റെ മുമ്പിൽ ഞാൻ മുട്ടുകൾ മടക്കും. ഇനി റോമാക്കാർക്ക് എഴുതിയ ലേഖനം എന്താ? 16-ാം അധ്യായം, 16-ാം അധ്യായത്തിൽ 25 മുതൽ 27 വരെയുള്ള വചനങ്ങൾ. 25 മുതൽ എൻ്റെ സുവിശേഷം അനുസരിച്ചും യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രഘോഷണം അനുസരിച്ചും രഹസ്യത്തിൻ്റെ വെളിപാടനുസരിച്ചും നിങ്ങളെ ബലപ്പെടുത്താൻ കഴിവുള്ളവനാണ് ദൈവം. യുഗാന്തരങ്ങളായി നിഗൂഢമായിരുന്ന രഹസ്യം അവിടുന്ന് പ്രവാചകന്മാരുടെ ലിഖിതങ്ങൾ വഴി ഇപ്പോൾ വെളിപ്പെടുത്തി. കണ്ടോ? യുഗാന്തരങ്ങളായി നിഗൂഢമായിരുന്ന രഹസ്യം അവിടുന്ന് പ്രവാചകന്മാരുടെ ലിഖിതങ്ങൾ വഴി ഇപ്പോൾ വെളിപ്പെടുത്തി. അപ്പം അതിൻ്റെ വെളിച്ചത്തിലാണ് ആത്മാവിൻ്റെ നവീനത ഉൾക്കൊണ്ടുകൊണ്ട് അവർ പ്രാർത്ഥനാ ഗാനങ്ങളും സ്തോത്രഗീതങ്ങളും രചിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ രക്ഷാകര പ്രക്രിയ മുഴുവൻ്റെയും വിസ്മയാവഹമായ പ്രാർത്ഥനയിൽ നിന്ന് ഉയരുന്നത് അത്രേ സ്തുതിഗീതം, ദൈവസ്തുതി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിനോട് കോട്ട് ചെയ്തിട്ടാണ് ഈ വചനഭാഗങ്ങളെല്ലാം. മനസ്സിലാവുന്നുണ്ടോ?
അപ്പോൾ അതെല്ലാം ഇപ്പോൾ വായിക്കാനായിട്ട് കാരണം നീണ്ട വചനഭാഗങ്ങളായതുകൊണ്ട് ഞാനപ്പോൾ ഇതും ഇവിടെ നിർത്തണേണ്. ഇതൊന്നും വായിക്കാം. ഈ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 16-ാം അധ്യായം 26-ാമത്തെ വചനം നോക്കിയോ, ഞാൻ ഒന്നും കൂടി വായിക്കട്ടെ. യുഗാന്തരങ്ങളായി നിഗൂഢമായിരുന്ന രഹസ്യം അവിടുന്ന് പ്രവാചകന്മാരുടെ ലിഖിതങ്ങൾ വഴി ഇപ്പോൾ വെളിപ്പെടുത്തി. ഈ രഹസ്യം നിത്യനായ ദൈവത്തിൻ്റെ ആജ്ഞയനുസരിച്ച് വിശ്വാസത്തിൻ്റെ അനുസരണത്തിനായി സകല ജനപദങ്ങൾക്കും അറിയപ്പെട്ടിരിക്കുകയാണ്. അപ്പം ഇതെങ്ങനെ അറിയപ്പെട്ടു അല്ലേ? ഇവരാ ആത്മാവിൻ്റെ നവീനത അല്ലെ, ആ പുതുമ ഉൾക്കൊണ്ടുകൊണ്ട് ഇതെല്ലാം പരിശുദ്ധാത്മനിവേശത്താൽ എഴുതി ഇതുകൊണ്ടല്ലേ ഇതൊക്കെ ഇങ്ങനെ ലോകം മുഴുവൻ അറിയാനിടയായത്. അപ്പം നമ്മളിപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ ഈ വചനങ്ങളൊക്കെ വായിച്ചില്ലേ, പെട്ടെന്ന് നമ്മൾ വിചാരിക്കും ഒരു ബന്ധമില്ലാത്ത പോലെയൊക്കെ പെട്ടെന്ന് അങ്ങനെ തോന്നും ചില സമയത്ത്. ബന്ധമൊക്കെ ഉണ്ട് കേട്ടോ, വെറുതെ അങ്ങനെ എഴുതിയേക്കണമെന്നല്ല. നമ്മളിപ്പോൾ ഇത്തിരി തിരക്കായതുകൊണ്ട് നമ്മളങ്ങനെ ഓടിച്ച് വായിച്ചു പോയി എന്നുള്ളത്. ഇതൊക്കെ ശരിക്കും ടൈം എടുത്ത് അത് ധ്യാന വിഷയങ്ങളാക്കേണ്ട ഓരോ വചനത്തിന്. അതിന് പിന്നെ നമുക്ക് നമ്മുടെ മുഖം മാറുമല്ലോ അങ്ങനെ ടൈം എടുക്കുമ്പോൾ. അപ്പോൾ ഇത് മനസ്സിലായോ? ഞാൻ ഈ 2641-ാമത്തെ ഖണ്ഡിക ഒന്നും കൂടി വായിക്കട്ടെ, ആദ്യം തൊട്ടൊന്നും കൂടി വായിക്കട്ടെ. സങ്കീർത്തനങ്ങളാലും ഗാനങ്ങളാലും ആത്മീയ ഗീതങ്ങളാലും പരസ്പരം സംഭാഷണം ചെയ്യുവിൻ. ഗാനാലാപനങ്ങളാൽ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ പ്രകീർത്തിക്കുവിൻ. പുതിയ നിയമത്തിലെ ദൈവനിവേശിതരായ എഴുത്തുകാരെ പോലെ ആദിമ ക്രൈസ്തവ സമൂഹവും സങ്കീർത്തന ഗ്രന്ഥം പുനർവായിച്ചത് അവയിലൂടെ ക്രിസ്തുവിൻ്റെ രഹസ്യം ആലപിച്ചുകൊണ്ടാണ്. അപ്പം അത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കണത്. ഇതിപ്പോൾ വെറുതെ ചില വാക്കുകളിലൂടെ നമ്മൾ പറഞ്ഞു വെച്ചതാണ് കേട്ടോ. ദൈവം തൻ്റെ പുത്രനിലൂടെ നിർവഹിച്ച അത്ഭുതപൂർവമായ സംഭവങ്ങളുടെ വെളിച്ചത്തിൽ, എന്നിട്ട് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഹൈഫൺ ഇട്ടിട്ട് ഇങ്ങനെ എഴുതിയിരിക്കണം, യേശുവിൻ്റെ മനുഷ്യാവതാരം, മരണത്തെ കീഴടക്കിയ അവിടുത്തെ മരണം, അവിടുത്തെ ഉയർത്തെഴുന്നേൽപ്പ്, പിതാവിൻ്റെ വലത്ത് ഭാഗത്തേക്കുള്ള സ്വർഗാരോഹണം എന്നിവയുടെ എന്ന് അവിടെ എഴുതിയിട്ടില്ല, എന്നാലും ഞാനത് കൂട്ടിച്ചേരാം. എന്നിവയുടെ ഈ വെളിച്ചത്തിലാണ് ആത്മാവിൻ്റെ നവീനത ഉൾക്കൊണ്ടുകൊണ്ട് അല്ലേ, ഞാൻ നിങ്ങൾക്ക് ഒരു സഹായകനെ അയക്കും എന്ന് പറഞ്ഞ ആ ആത്മാവില്ലേ, കർത്താവ് പറഞ്ഞില്ലേ, ആ ആത്മാവിൻ്റെ കാര്യമാണ്. ആത്മാവിൻ്റെ നവീനത അത് അപ്പസ്തോല പ്രവർത്തനത്തിൽ 2-ാം അധ്യായത്തിലാണ് ആ ആത്മാവിൻ്റെ നവീനത, ആ പുതുമയെ ഉൾക്കൊള്ളുന്ന നിമിഷം, ആ സാഹചര്യം അല്ലെങ്കിൽ അവസ്ഥ. നവീനത ഉൾക്കൊണ്ട് അവർ പ്രാർത്ഥനാ ഗാനങ്ങളും സ്തോത്രഗീതങ്ങളും രചിച്ചു. രക്ഷാകര പ്രക്രിയ മുഴുവൻ്റെയും ഈ വിസ്മയാവഹമായ പ്രവർത്തനത്തിൽ നിന്നുയരുന്നതത്രേ സ്തുതിഗീതവും ദൈവസ്തുതിയും. ഇനി അതിൻ്റെ സൈഡ് ഖണ്ഡികയുണ്ട് 2587. അവിടെ അതിലേക്ക് വരാം, അതെടുത്തോ വേഗം. 2000 അതിൻ്റെ സൈഡ് ഖണ്ഡിക നോക്കിയേ, ബാക്കിലേക്ക് മറിക്കണം. ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതിൻ്റെ ബാക്കിലേക്ക് വരുമ്പോൾ 2587-ാമത്തെ ഖണ്ഡിക വരും. ബാഗ് എടുത്തോട്ടോ, ഞാൻ വേഗം അത് പറയാം. എന്നിട്ട് ഓരോ വാക്കുകൾ ഇവിടെ നോക്കിയിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല കേട്ടോ. അല്ലെങ്കിൽ തന്നെ മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് നമുക്ക് അറിയാം. വായിക്കട്ടെ, എല്ലാവരും എടുത്തല്ലോ. ദൈവവചനം മനുഷ്യൻ്റെ പ്രാർത്ഥനയായി രൂപപ്പെടുന്നതാണ് സങ്കീർത്തന ഗ്രന്ഥം. എന്താണ് ദൈവവചനം? മനുഷ്യൻ്റെ പ്രാർത്ഥനയായി രൂപപ്പെടുന്നതാണ് സങ്കീർത്തന ഗ്രന്ഥം. അതാണ് നമ്മൾ ലിറ്റർജിയിൽ മുഴുവനും എല്ലാ ദിവസവും ലിറ്റർജിയിൽ ആരാധനക്രമത്തിൽ വിശുദ്ധ കുർബാനയിൽ എന്തുണ്ട്? അതാണ് പ്രതിവചന സങ്കീർത്തനം. 1-ാം വായന കഴിഞ്ഞിട്ട് മനസ്സിലായോ? പ്രതിവചന സങ്കീർത്തനം എന്ന് പറഞ്ഞിട്ട് നമ്മൾ വായിക്കാറുണ്ട്. കണ്ടോ, ദൈവവചനം മനുഷ്യൻ്റെ പ്രാർത്ഥനയായി രൂപപ്പെടുന്നു. അതെവിടെയാണ്? ലിറ്റർജിയിലാണ് മെയിനായിട്ട്. ഇത് അല്ലേ, യേശു ക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ തന്നെ എന്തുണ്ടായിരുന്നു? ഇതെല്ലാം അവർ പാടി പ്രാർത്ഥിച്ചിരുന്നു. നമ്മളിപ്പോൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കണേ? ലിറ്റർജിയിൽ. അതാണ് ദൈവവചനം. കണ്ടോ, ഈ എഴുതപ്പെട്ട ദൈവവചനമില്ലേ, മനുഷ്യൻ്റെ പ്രാർത്ഥനയായി രൂപപ്പെടുന്നതാണ് സങ്കീർത്തന ഗ്രന്ഥം. അപ്പം ഇത് ശരിക്കും ലിറ്റർജിയിലല്ലേ ശരിക്കും നടക്കണേ? യാമപ്രാർത്ഥനകളിൽ, ലിറ്റർജിയിൽ. മനസ്സിലായോ? ശ്രദ്ധിക്കണോട്ടോ. ഇവിടെയൊക്കെ വലിയ കാര്യങ്ങളാണ്.
പഴയ നിയമത്തിലെ മറ്റു ഗ്രന്ഥങ്ങളിലാകട്ടെ, കണ്ടോ, പഴയ നിയമത്തിലെ മറ്റു ഗ്രന്ഥങ്ങളിലാകട്ടെ വചനങ്ങൾ പ്രവർത്തികളെ പ്രഘോഷിക്കുകയും, കണ്ടോ, വചനങ്ങൾ പ്രവർത്തികളെ പ്രഘോഷിക്കുന്നു. ഇപ്പോൾ വചനങ്ങൾ പ്രവർത്തികളെ പ്രഘോഷിക്കുന്നു എന്ന് പറയുമ്പോൾ 19-ാം സങ്കീർത്തനം ഒക്കെയാണ് ഓർമ്മ വരുന്നത്. മനസ്സിലായോ? ആകാശം ദൈവത്തിൻ്റെ മഹത്വം പ്രഘോഷിക്കുന്നു. പക്ഷെ ഇവിടെ എഴുതിയിരിക്കണം എന്താണ്? ഇവിടെ എഴുതിയിരിക്കണം എന്താണ്? പഴയ നിയമത്തിലെ മറ്റു ഗ്രന്ഥങ്ങളിലാകട്ടെ വചനങ്ങൾ ദൈവത്തിൻ്റെ എന്നുള്ളത് ബ്രാക്കറ്റിലിട്ടിരിക്കുകയാണ്. വചനങ്ങൾ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ പ്രഘോഷിക്കുന്നു. എന്താണ് ദൈവത്തിൻ്റെ പ്രവൃത്തി? ശരിക്കും എന്താണ് പഴയ നിയമത്തിലെ മറ്റു ഗ്രന്ഥങ്ങളിലാകട്ടെ എന്ന് പറഞ്ഞാൽ, നമുക്ക് ഉദാഹരണത്തിന് ഉൽപ്പത്തി പുസ്തകത്തിൽ ചെങ്കടൽ കടക്കുന്നു അല്ലേ? അതെന്താണ്? അതിൻ്റെ ഒറ്റ വാക്കിൽ പറഞ്ഞ എന്താണ് നമ്മളോട് പറയണ? ചെങ്കടൽ കടക്കുന്ന അല്ലേ? എന്താണ്? ഈ ഫറവോയുടെ സൈന്യത്തെ ചെങ്കടലിൽ മുക്കിക്കളയുന്നു അല്ലേ? ഇസ്രായേൽ ജനത്തെ വരണ്ട ചെങ്കടലിലൂടെ മറുകര എത്തിക്കുന്നു ദൈവം. എന്താണ് അതിൻ്റെ എല്ലാം അന്തരാർത്ഥം? അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ഈ പെസഹ രഹസ്യത്തിലൂടെ എല്ലാം അല്ലേ, യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിലൂടെ എല്ലാം യേശുക്രിസ്തു തിന്മയുടെ ശക്തിയെ അല്ലേ വിജയിക്കാനിരിക്കുന്ന അതിൻ്റെ പ്രതീകമാണ്. ആ അന്തിമ വിജയത്തെയാണ്, മനസ്സിലായോ? തിന്മയെ ജയിക്കുന്ന ആ സാത്താൻ, മനസ്സിലായോ? അതിൻ്റെ എല്ലാം പ്രതീകമാണ് എന്ത്? ചെങ്കടൽ കടക്കുന്നത്. അത് മാമോദീസയായിട്ടും ഇതുണ്ട്. മാമോദീസയായിട്ടും അതിന് എന്തുണ്ട്? പ്രബോധനം നൽകുന്നുണ്ട് സഭ. വരാനിരിക്കുന്ന മാമോദീസയുടെ പ്രതിരൂപം കൂടിയാണ്. വരാനിരിക്കുന്ന മാമോദീസയുടെ പ്രതിരൂപം കൂടിയാണ് ഈ ചെങ്കടൽ കടക്കുന്ന ഈ ഫറവയുടെ അല്ലേ പടയാളികളെ അതിൽ മുക്കി. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എന്താണ്? പഴയ നിയമത്തിലെ മറ്റു ഗ്രന്ഥങ്ങളിലാകട്ടെ വചനങ്ങൾ ദൈവത്തിൻ്റെ പ്രവർത്തികളെ പ്രഘോഷിക്കുക എന്ന് പറയുമ്പോൾ ഒറ്റ വാക്കിലാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈജിപ്തിലെ അടിമത്വത്തിലായിരുന്ന ഇസ്രായേൽ ജനത്തെ പുറത്തേക്ക് കൊണ്ടുവന്നു ഇല്ലേ? പുറത്തേക്ക് കൊണ്ടുവന്നോ ഇല്ലയോ? അപ്പം അത് എന്തെല്ലാം അടങ്ങിയിട്ടുണ്ട് അവിടെ. ഏതെല്ലാം അല്ലേ ഗ്രന്ഥങ്ങൾ എഴുതപ്പെട്ടു അതിനു വേണ്ടി. അപ്പം അതെല്ലാം മനസ്സിലായോ? ഞാൻ പറഞ്ഞു തരണേ. പഴയ നിയമത്തിലെ മറ്റു ഗ്രന്ഥങ്ങളിലാകട്ടെ വചനങ്ങൾ, കണ്ടോ, ആ എഴുതപ്പെട്ട വചനങ്ങൾ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ പ്രഘോഷിക്കുകയും, കണ്ടോ, മനസ്സിലായോ? പ്രഘോഷിക്കുകയും, പ്രവൃത്തികളെ. ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് എന്ത്? അല്ലേ? ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്ന് തേനും പാലും ഒഴുകുന്ന ആ ദേശത്തേക്ക്, കാനാൻ ദേശത്തേക്ക് കൊണ്ടുപോകുന്നിട്ടുള്ള ആ പ്രവൃത്തി, അതിൻ്റെ പ്രവൃത്തികളെ പ്രഘോഷിക്കുകയാണ്. മനസ്സിലായോ? അതാണ് പ്രവൃത്തി. ഒറ്റ വാക്കിൽ പറഞ്ഞ ആ പ്രവൃത്തികളെ പ്രഘോഷിക്കുകയും. അപ്പോൾ ആ പ്രവൃത്തികളെല്ലാം പ്രഘോഷിക്കണമല്ലേ ഈ സങ്കീർത്തനങ്ങളിൽ മുഴുവനും. പഴയ നിയമത്തിലെ മറ്റു ഗ്രന്ഥങ്ങളിലുമെല്ലാം ഇത് തന്നെയല്ലേ പ്രഘോഷിക്കണേ? മനസ്സിലാകുന്നുണ്ടോ? ഈ പ്രവൃത്തികളല്ലേ പ്രഘോഷിക്കണേ. പ്രഘോഷിക്കുകയും. ഇനി അടുത്തത് ശ്രദ്ധിക്കണം കേട്ടോ. അവയിൽ അന്തർലീനമായ നിഗൂഢ സത്യം. അതാണ് ഞാൻ പറഞ്ഞത്. അവയിൽ അന്തർലീനമായ നിഗൂഢ സത്യം എന്ന് വെച്ചാൽ ഈ ചെങ്കടൽ കടന്നത്. അന്തർലീനമായ നിഗൂഢ സത്യം എന്താണ്? അതിൻ്റെ അന്തർലീനമായ നിഗൂഢമായ സത്യം എന്താ അതിലടങ്ങിയിരിക്കുന്നത്? അതിൻ്റെ ദൈവശാസ്ത്രം അല്ലെങ്കിൽ അതിൻ്റെ ദൈവിക രഹസ്യം എന്താ? ആധ്യാത്മിക രഹസ്യം എന്താ? അത് നമ്മൾ പറഞ്ഞു അല്ലേ? യേശുക്രിസ്തു തിന്മയുടെ മേലുള്ള അന്തിമ വിജയത്തെയാണ്, എൻ്റെ പ്രതിരൂപമാണ് അത്. ആ ഗോലിയാത്തിനെയൊക്കെ എന്ത് ചെയ്യുന്നത്? ഗോലിയാത്തിനെ കൊന്നില്ലേ? ഇതെല്ലാം അതിൻ്റെ പ്രതിരൂപമാണ്. അപ്പോൾ അവയിൽ അന്തർലീനമായ നിഗൂഢ സത്യം വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. അപ്പോൾ പഴയ നിയമത്തിലെ മറ്റു ഗ്രന്ഥങ്ങളിലാകട്ടെ അല്ലേ, അവയിൽ അന്തർലീനമായ നിഗൂഢ സത്യം വെളിപ്പെടുത്തുന്നു എന്ന് പറയുമ്പോഴേ യേശുക്രിസ്തുവിൻ്റെ കുറിച്ചുള്ള രഹസ്യം അത് ഈ പഴയ നിയമത്തിലെ മറ്റു ഗ്രന്ഥങ്ങളിലും എഴുതപ്പെട്ടിട്ടുണ്ട്. അത് ഉടനെ നിങ്ങൾക്ക് ഓർമ്മ വന്നത് ഏതാ? അല്ലെ നമുക്ക് ഓർമ്മ വന്നത് ഏതാണ്? ഉടനെ ഏശയുടെ പുസ്തകം എടുത്തേ.
ഏശയുടെ പുസ്തകം എടുത്തേ, 50-ാം അധ്യായം എടുത്തേ. ഏശയുടെ പുസ്തകം 50-ാം അധ്യായം എടുത്തേ. ഇതിലാരാ പോയത്? ആരാണ്? ഏശയ 50-ാം അധ്യായം എടുത്തേ. വേഗം എടുത്തോ, സമയമില്ല. ഏശയ 50-ാം അധ്യായം. ഏശയ 50-ാം അധ്യായം. അതിൽ 4 മുതൽ 7 വരെയുള്ള വചനങ്ങൾ ഞാൻ വായിക്കാൻ പോകണം. അപ്പോൾ കർത്താവിൻ്റെ ദാസൻ എന്ന് എഴുതിയിട്ടുണ്ട് അവിടെ. കർത്താവിൻ്റെ ദാസൻ എന്നൊക്കെ പറയുന്നത് ക്രിസ്തുവിനെ കുറിച്ചാണ്. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ വായിക്കാൻ പോകണേ 50-ാം അധ്യായം 4, 5, 6, 7. 4 മുതൽ 7 വരെയുള്ള വചനം. പരീക്ഷണന് ആശ്വാസം നൽകുന്ന വാക്ക്, ദൈവമായ കർത്താവ് എന്നെ ശിഷ്യനെ എന്ന പോലെ അഭ്യസിപ്പിച്ചു. പ്രഭാതം തോറും അവിടെ നിന്ന് എൻ്റെ കാതുകളെ ശിഷ്യനെ എന്ന പോലെ ഉണർത്തുന്നു. ശ്രദ്ധിക്കണം കേട്ടോ, ഇനി ശ്രദ്ധിക്കണേ. ദൈവമായ കർത്താവ് എൻ്റെ കാതുകൾ തുറന്നു, ഞാൻ എതിർക്കുകയോ പിന്മാറുകയോ ചെയ്തില്ല. കണ്ടോ, ഇത് ആരെക്കുറിച്ചാണ് പറയണേ? കണ്ടോ, ക്രിസ്തുവിനെ കുറിച്ചാണ് പറയണത്. കണ്ടോ, ദൈവമായ കർത്താവ് എൻ്റെ കാതുകൾ തുറന്നു, ഞാൻ എതിർക്കുകയോ പിന്മാറുകയോ ചെയ്തില്ല. അടിച്ചവർക്ക് പുറവും താടിമീശ പറിച്ചവർക്ക് കവിളുകളും ഞാൻ കാണിച്ചു കൊടുത്തു. നിന്ദയിൽ നിന്നും തുപ്പലിൽ നിന്നും ഞാൻ മുഖം തിരിച്ചില്ല. ദൈവമായ കർത്താവ് എന്നെ സഹായിക്കുന്നതിനാൽ ഞാൻ പതറുകയില്ല. എൻ്റെ മുഖം ഞാൻ ശിലാതുല്യമാക്കി. കണ്ടോ, എൻ്റെ മുഖം ഞാൻ ശിലാതുല്യമാക്കി എന്നൊക്കെ പറഞ്ഞാലേ മനസ്സിലാവുണ്ടോ? അവൻ്റെ മുഖത്ത് വീണ ഓരോ അടിയും അവൻ കൊണ്ടുവന്നർത്ഥം. പ്രതികരിക്കാതെ, ഒരു തരത്തിലുള്ള പ്രതികരണവും ഇല്ലാതെ, ഒറ്റ നമുക്ക് മനസ്സിലാവുന്ന ഒരു ഭാഷയിൽ പറഞ്ഞാൽ മനസ്സിലാവുണ്ടോ? എനിക്ക് ലജ്ജിക്കേണ്ടി വരികയില്ലെന്ന് ഞാൻ. അപ്പോൾ കർത്താവിൻ്റെ ദാസൻ എന്ന് പറഞ്ഞ് 3 പ്രാവശ്യം ഇതിൽ എഴുതിയിട്ടുണ്ട് അല്ലേ? 1, 2, 3 അല്ലേ? എത്ര പ്രാവശ്യം എഴുതിയിട്ടുണ്ട്? 3 പ്രാവശ്യമാണെന്നാണ് എൻ്റെ ഓർമ്മയിൽ. എനിക്ക് അത്ര വലിയ ഓർമ്മ കിട്ടണില്ല. എന്നിരുന്നാലും ഇതെല്ലാം ക്രിസ്തു അനുഭവിക്കാനിരിക്കുന്ന അവൻ്റെ ജീവിത രഹസ്യങ്ങളെക്കുറിച്ചുള്ള ഒരു മുൻ അവതരണമാണ്. അതേപോലെ തന്നെ 53 എടുത്തേ. 53 ഏശയുടെ തന്നെ 53-ാം അധ്യായം 7-ാമത്തെ വചനം ഒന്ന് വായിച്ച്. 53:7. 53-ാം അധ്യായം 7 വരെയുള്ള വചനങ്ങൾ. ഞാൻ 1 മുതൽ വായിക്കാം. 1 മുതൽ 7 വരെയുള്ള വചനങ്ങളാണ് ഞാൻ 53-ാം അധ്യായത്തിൽ. നമ്മൾ കേട്ടത് ആര് വിശ്വസിച്ചു? കർത്താവിൻ്റെ കരം ആർക്ക് വെളിപ്പെട്ടിട്ടുണ്ട്? തൈച്ചെടി പോലെ, വരണ്ട ഭൂമിയിൽ നിൽക്കുന്ന മുള പോലെ അവൻ അവിടുത്തെ മുമ്പിൽ വളർന്നു. ശ്രദ്ധാർഹമായ രൂപഭംഗിയോ ഗാംഭീര്യമായ ആകർഷകമായ സൗന്ദര്യമോ അവൻ ഉണ്ടായിരുന്നില്ല. ഇതാരെക്കുറിച്ചാണ് പറയണേ? മനസ്സിലായോ? അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. അവൻ വേദനയും ദുഃഖവും നിറഞ്ഞവനായിരുന്നു. അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു. കണ്ടോ, സത്യത്തിൽ അന്ന് യേശുക്രിസ്തുവിനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു എന്നുള്ളതാണ്. നമ്മളിന്ന് കാണുന്ന കുരിശിൽ കിടക്കണ യേശുക്രിസ്തുവിൻ്റെ ഒരു രൂപമൊന്നുമല്ല എന്നുള്ളതാണ്. അവൻ നിന്ദിക്കപ്പെട്ടു, നാം അവരെ ബഹുമാനിച്ചതുമില്ല. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്. കണ്ടോ, നമ്മുടെ വേദനകളാണ് അവൻ യഥാർത്ഥത്തിൽ വഹിച്ചത്. നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തെന്ന് നാം കരുതി. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. ആടുകളെപ്പോലെ നാം വഴിതെറ്റിപ്പോയി. നാം ഓരോരുത്തരും സ്വന്തം വഴിക്ക് പോയി. നമ്മുടെ അകൃത്യങ്ങൾ കർത്താവ് അവൻ്റെ മേൽ ചുമത്തി. അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു, എങ്കിലും അവൻ ഉരിയാടിയില്ല. ഇതാണ് ക്രൈസ്തവർക്ക്, ഞാനടക്കമുള്ള നമ്മൾക്ക് ഓരോരുത്തർക്കും ഇല്ലാത്തൊരു കാര്യം. എന്താണ് ഇല്ലാത്തത്? നമ്മളെന്താണ് ചെയ്യണേ? നമ്മളുടെ അടുത്ത് ആരെങ്കിലും വന്ന് നമ്മ എന്ത് ചെയ്യും? ഉരിയാടിക്കൊണ്ടിരിക്കും. എന്താണ്? നമ്മളെ മർദ്ദിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്ന നമ്മ എന്ത് ചെയ്യും? നമ്മൾ ചെയ്യാൻ പറ്റണൊക്കെ നമ്മൾ ചെയ്യും. ഇപ്പം ഇവിടെ കണ്ടോ, അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു, എങ്കിലും അവൻ ഉരിയാടിയില്ല. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും
രോമം കത്രിക്കുന്നവരുടെ മുമ്പിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ മൗനം പാലിച്ചു. ഇത് യേശുക്രിസ്തു മനുഷ്യാവതാരം എടുക്കുന്നതിനും 750 വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ടതാണ് യെശയ്യായുടെ പ്രവചന പുസ്തകം. അപ്പോൾ യേശുക്രിസ്തു ജനിക്കുന്നതിനും 750 വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തുവിനെ കുറിച്ച് അല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ അവൻ അനുഭവിക്കാനിരിക്കുന്ന രഹസ്യത്തെക്കുറിച്ച് ഇവിടെ എഴുതപ്പെട്ടിരിക്കുന്നതാണ്. ഇനി നിങ്ങളൊന്ന് ഇതിൻ്റെ ഈ വചനങ്ങളുടെ എല്ലാം വെളിച്ചത്തിൽ CCCയിൽ ഞാനിപ്പോൾ വായിക്കണതൊന്ന് ശ്രദ്ധിച്ചേ. അവയിൽ അന്തർലീനമായിരിക്കുന്ന നിഗൂഢ സത്യം കണ്ടോ? ആ വചനങ്ങളിൽ അന്തർലീനമായിരിക്കുന്ന അടങ്ങിയിരിക്കുന്ന നിഗൂഢ സത്യം വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ പറയണതെന്ന് വെച്ചാൽ നമുക്ക് ഉടനെ അപ്പസ്തോല പ്രവർത്തനം 8-ാം അധ്യായം എടുത്തേ, അപ്പസ്തോല പ്രവർത്തനം 8-ാം അധ്യായം എടുത്തേ, ഉടനെ എടുത്തേ അപ്പസ്തോല പ്രവർത്തനം 8-ാം അധ്യായം എടുത്തേ. അവിടെ എന്താണ് നിങ്ങൾക്ക് കാണാണ്ട് പറയാമോ? അതേതാ? അവിടെ ഒരു പ്രസക്ത ഒരു കാര്യമുണ്ട്. 8-ാം അധ്യായം 26 മുതലുള്ള വചനങ്ങൾ. 8-ാം അധ്യായം 8-ാം അധ്യായത്തിൽ 26 മുതലുള്ള വചനങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ എന്താണ്? അവയിൽ അന്തർലീനമായിരിക്കും നിഗൂഢ സത്യം വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. അപ്പം ഇതൊക്കെ എന്തർത്ഥത്തിലാണ് നമ്മൾ വായിച്ചു പോകണമെന്നുള്ളതിൻ്റെയും കൂടി ഒരു വ്യക്തത ഇപ്പം ഇതിലൂടെ നമുക്ക് കിട്ടും. അപ്പസ്തോല പ്രവർത്തനം 8-ാം അധ്യായം 26-ാമത്തെ വചനം മുതൽ ഞാൻ വായിക്കുകയാണ്. പീലിപ്പോസും എത്യോപ്യക്കാരനും കർത്താവിൻ്റെ ഒരു ദൂതൻ പീലിപ്പോസിനോട് പറഞ്ഞു, എഴുന്നേറ്റ് തെക്കോട്ട് നടന്ന് ജെറുസലേമിൽ നിന്ന് ഗാസായിലേക്കുള്ള പാതയിലെത്തുക. അതൊരു വിജനമായ പാതയായിരുന്നു. അവൻ എഴുന്നേറ്റ് യാത്ര തിരിച്ചു. അപ്പോൾ എത്യോപ്യക്കാരനായ ഒരു ഷണ്ടൻ എത്യോപ്യ രാജ്ഞിയായ കൺദാക്കയുടെ ഭണ്ഡാര വിചാരിപ്പുകാരൻ ജെറുസലേമിൽ ആരാധിക്കാൻ പോയിട്ട് തിരിച്ചു വരികയായിരുന്നു. അവൻ രഥത്തിലിരുന്ന് യെശയ്യായുടെ പ്രവചനം വായിച്ചു കൊണ്ടിരുന്നു. അതാണ് ഏതാണ് ഇപ്പം അവൻ വായിച്ച പ്രവചനമാണ് നമ്മൾ ഒരു ഭാഗത്ത് വായിച്ചത് കേട്ടോ. അത് നിങ്ങൾക്ക് ഇപ്പോൾ കേൾക്കുമ്പോൾ മനസ്സിലാവും. യെശയ്യായുടെ പ്രവചനം വായിച്ചുകൊണ്ടിരുന്നു. ആത്മാവ്, അതായത് പരിശുദ്ധാത്മാവ് പീലിപ്പോസിനോട് പറഞ്ഞു, ആ രഥത്തെ സമീപിച്ച് അതിനോട് ചേർന്ന് നടക്കുക. പീലിപ്പോസ് അവൻ്റെ അടുക്കൽ ഓടിയെത്തി. അവൻ യെശയ്യായുടെ പ്രവചനം വായിക്കുന്നത് കേട്ട് ചോദിച്ചു, വായിക്കുന്നത് നിനക്ക് മനസ്സിലാകുന്നുണ്ടോ? വായിക്കുന്നത് നിനക്കേ മനസ്സിലാകുന്നുണ്ടോ എന്ന് ഷണ്ടനോട് പീലിപ്പോസ് ചോദിക്കുകയാണ് യെശയ്യായുടെ പ്രവചനം. അപ്പോൾ ഷണ്ടൻ പ്രതിവചിക്കുകയാണ്. അവൻ പ്രതിവചിച്ചു, ആരെങ്കിലും വ്യാഖ്യാനിച്ചു തരാതെ എങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുക? അപ്പം തന്നെ സന്തോഷമായി കണ്ടോ. അപ്പോൾ പീലിപ്പോസ് രഥത്തിൽ കയറി തന്നോട് കൂടെ ഇരിക്കാൻ പീലിപ്പോസിനോട് അവൻ അപേക്ഷിക്കുകയാണ്. ആര്? ഷണ്ടൻ. നീ എൻ്റെ കൂടെ കയറിയിരിക്കി, എന്നിട്ട് എനിക്ക് വ്യാഖ്യാനിച്ചതാ. അവൻ വായിച്ചു കൊണ്ടിരുന്ന, ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ഇവിടെയാണ് നമ്മളിപ്പോൾ ഈ വായിച്ചുകൊണ്ടിരിക്കുന്ന CCCയുടെ ഭാഗത്തിൻ്റെ എല്ലാം ഒരു ചുരുളഴിയുന്നത്. നോക്കിക്കേ, അവൻ വായിച്ചു കൊണ്ടിരുന്ന വിശുദ്ധ ഗ്രന്ഥ ഭാഗം ഇതാണ്: കൊലയ്ക്ക് കൊണ്ടുപോകുന്ന ആടിനെ പോലെ. ഇപ്പോൾ നമ്മൾ യെശയ്യാ 53-ാം അധ്യായത്തിൽ വായിച്ചു, രോമൻ കത്രിക്കുന്ന കുഞ്ഞാടിനെ പോലെയും എല്ലാം അവൻ നിന്നു എന്നുള്ളത്. ആടിനെ പോലെയും രോമം കത്രിക്കുന്നവൻ്റെ മുമ്പിൽ മൂകനായി നിൽക്കുന്ന ആട്ടിൻകുട്ടിയെ പോലെയും അവൻ തൻ്റെ വായ് തുറന്നില്ല. അപമാനിതനായ അവന് നീതി നിഷേധിക്കപ്പെട്ടു. അവൻ്റെ പിൻതലമുറയെപ്പറ്റി ആര് വിവരിക്കും? എന്തെന്നാൽ ഭൂമിയിൽ നിന്ന് അവൻ്റെ ജീവൻ അപഹരിക്കപ്പെട്ടു. ഷണ്ടൻ പീലിപ്പോസിനോട് ചോദിച്ചു, ആരെക്കുറിച്ചാണ് പ്രവാചകൻ ഇത് പറയുന്നത്? തന്നെക്കുറിച്ച് തന്നെയോ? അതായത് യെശയ്യായുടെ ഗ്രന്ഥത്തിലാണ് ഇത് പറയുന്നത്. അപ്പോൾ യെശയ്യായെക്കുറിച്ച് തന്നെയാണോ പറയണേ? അല്ലെങ്കിൽ പിന്നെ ഇത് മറ്റൊരാളെക്കുറിച്ചാണോ? ഷണ്ടൻ ചോദിക്കുകയാണ് പീലിപ്പോസിനോട്. അപ്പോൾ പീലിപ്പോസ് നോക്കിക്കേ നിങ്ങൾ. അപ്പോൾ പീലിപ്പോസ് സംസാരിക്കാൻ തുടങ്ങി. ഷണ്ടൻ വായിച്ച വിശുദ്ധ ഗ്രന്ഥ ഭാഗത്ത് നിന്ന് ആരംഭിച്ച്, കണ്ടോ, ഷണ്ടൻ വായിച്ച വിശുദ്ധ ഗ്രന്ഥ ഭാഗം ഏതാണ്? യെശയ്യായുടെ പുസ്തകം 53-ാം അധ്യായം. അവിടെ നിന്ന് ആരംഭിച്ച് അവനോട് യേശുവിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു. അതോ അവിടെ നിന്ന് ആരംഭിച്ചിട്ട് അവൻ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ആ രഹസ്യത്തിലേക്ക് ഈ ഷണ്ടനെ ആര് കൊണ്ടുപോകുന്നു? പീലിപ്പോസ് കൊണ്ടുപോവുകയാണ്. ഇപ്പം ഞാൻ എന്തിനിത് വായിച്ചെന്നറിയോ? ഞാൻ CCCയിൽ ഒന്നും കൂടി ഇത് വായിക്കാം. അതായത് അവയിൽ അന്തർലീനമായിരിക്കുന്ന നിഗൂഢ സത്യം
കണ്ടോ, ഈ വചനങ്ങളിലൊക്കെ അന്തർലീനമായിരിക്കുന്ന നിഗൂഢ സത്യം. ഇപ്പോൾ ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ ഇങ്ങനെ പറഞ്ഞു, അതായത് പഴയ നിയമത്തിലെ ചില വചനങ്ങളെല്ലാം ഉടമസ്ഥനെ കാത്ത് കിടക്കുകയായിരുന്നു. മനസ്സിലായോ? അതിനെല്ലാം ഉടമയുണ്ടായത് എപ്പോഴാണ്? അവരൻ്റെ കൈകാലുകൾ കുത്തിത്തുളച്ചു എന്ന വചനത്തിനു അത് യാഥാർത്ഥ്യമായത് എപ്പോഴാണ്? അതിന് ഉടമസ്ഥൻ ഉണ്ടായത് എപ്പോഴാണ്? അതിന് ഉടമസ്ഥൻ ഉണ്ടായത് എപ്പോഴാണ്? അത് കാത്തു കിടക്കുകയായിരുന്നു ആ വചനം. ഇതിപ്പം ഞാൻ കോട്ട് ചെയ്യാൻ ശ്രമിച്ചതല്ല കേട്ടോ, എൻ്റെ ഉള്ളിൽ നിന്ന് വന്നതാണിപ്പോൾ അത്. ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ എന്ത് പറയാണ്? പഴയ നിയമത്തിലെ ചില വചനങ്ങളെല്ലാം ഉടമയെ കാത്തു കിടക്കുകയായിരുന്നു. ആ വചനങ്ങളെല്ലാം തൻ്റെ ഉടമയെ കാത്തു കിടക്കുകയാണ്. മനസ്സിലായോ? അപ്പോൾ അവരെൻ്റെ കൈകാലുകൾ കുത്തിത്തുളച്ചു. അപ്പോൾ അത് യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചപ്പോൾ അതിന് ഉടമയുണ്ടായോ ഇല്ലയോ? മനസ്സിലാവുണ്ടോ? ഇതൊരു ഉദാഹരണമായിട്ടാണ്. അപ്പം ഇത് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇതൊന്ന് ഈ 1.5 മണിക്കൂർ കൊണ്ട് നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഈ 2 ഖണ്ഡിക തന്നെ നമുക്ക് ഒരാഴ്ചത്തെ ധ്യാനം, ഒരാഴ്ച ഡേ ആൻഡ് നൈറ്റ് ഡേ ആൻഡ് നൈറ്റ് ഫുള്ളല്ല, മനസ്സിലായോ? ഡേ പകല് ധ്യാനം 5 ദിവസത്തെ ധ്യാനത്തിൽ ധ്യാനിപ്പിച്ചാലും തീരില്ല ഞാൻ നോക്കിയിട്ടിപ്പോൾ. അതിന് മാത്രമുണ്ട്. ദൈവവചനം മനുഷ്യൻ്റെ, ഞാൻ CCCയിൽ ഒരു ഫസ്റ്റ് തൊട്ട് വായിക്കുന്നതാണ് 2587. ദൈവവചനം മനുഷ്യൻ്റെ പ്രാർത്ഥനയായി രൂപപ്പെടുന്നതാണ് സങ്കീർത്തന ഗ്രന്ഥം. പഴയ നിയമത്തിലെ മറ്റു ഗ്രന്ഥങ്ങളിലാകട്ടെ വചനങ്ങൾ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ പ്രഘോഷിക്കുകയും അവയിൽ അന്തർലീനമായിരിക്കുന്ന നിഗൂഢ സത്യം വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു വ്യാഖ്യാനം പറഞ്ഞു. ഫ്രാൻസിസ് മാർപ്പാപ്പയാണെന്നാണ് എൻ്റെ ഓർമ്മ. എൻ്റേത്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണേ. ഫ്രാൻസിസ് മാർപ്പാപ്പയാണെന്നാണ് എൻ്റെ ഓർമ്മ, എൻ്റെ ഇതിൽ കിടക്കുന്നത്. അദ്ദേഹം ഈ ഷണ്ടൻ്റെ കാര്യത്തിൽ, ഷണ്ടനെ കുറിച്ച് അപ്പോൾ ഒരു ഷണ്ടനെ എത്യോപ്യയിൽ സുവിശേഷം ദൈവരാജ്യം വളർത്താൻ ഒരു ഷണ്ടനെയാണ് കർത്താവ് തിരഞ്ഞെടുത്തതെന്ന്. മനസ്സിലായോ? എത്യോപ്യയിൽ ദൈവരാജ്യം വളർത്താനായിട്ട് ഒരു ഷണ്ടനെ കർത്താവ് തിരഞ്ഞെടുത്തു. ആലോചിച്ച് നോക്കി, ഒരു ഷണ്ടനെ കർത്താവ് തിരഞ്ഞെടുത്തത് അത് എന്ത് പരിപാടിയാണത്? ഷണ്ടന് മക്കളുണ്ടാവോ? ശരിക്കും പറഞ്ഞാൽ മാനുഷിക തലത്തിൽ മക്കളുണ്ടാവോ? മനസ്സിലായോ? ആരും ഒന്നും മിണ്ടണില്ല കേട്ടോ. ഉണ്ടാവോ? ഇവിടെ ഇരിക്കുന്ന 2 പേര് പറയണുണ്ട്, പക്ഷെ നിങ്ങളാരും പറയണില്ല. മനസ്സിലായോ? അപ്പോൾ മാനുഷികമായിട്ട് അല്ലെങ്കിൽ വൈദ്യശാസ്ത്ര പ്രകാരവും അവന് ഭൂമിയിൽ മക്കളെ ജനിപ്പിക്കാൻ കഴിവില്ല. അവനെയാണ് എന്ത് ചെയ്തത്? അവനെ എത്യോപ്യയിൽ ദൈവരാജ്യത്തിന് വേണ്ടി മക്കളെ ഉണ്ടാക്കാൻ വേണ്ടി കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇതിപ്പോൾ തോമസ് പോളാണ് ഇത് പറഞ്ഞത്. പക്ഷേ ഇത് ഇങ്ങനെ കേട്ടപ്പോഴേ ഒരു ഷണ്ടനെ അങ്ങനെ കർത്താവ് തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിലേ നമ്മളെയൊക്കെ എന്തിനൊക്കെ വേണ്ടി തിരഞ്ഞെടുക്കാം. മനസ്സിലാവുണ്ടോ? എന്നിട്ടാണ് നമ്മൾ ഈ നിരാശയാണ് അയ്യോ എന്ന് പറഞ്ഞിരിക്കണേ. ഒരു ഷണ്ടൻ ഇത്രയും പ്രത്യാശ കൊടുത്തെങ്കിൽ നമുക്ക് എന്തോരം പ്രത്യാശ ഉണ്ടായിരിക്കണം. നാണുമില്ലേ നമുക്ക്? ഇത്രയും പ്രത്യാശ ഉണ്ടായിട്ട് കൂടി നമ്മൾക്ക് ഒരു പ്രത്യാശ ഇല്ല എന്ന് പറഞ്ഞ് ജീവിക്കാനായിട്ട് എനിക്ക് ഭയങ്കര പ്രത്യാശയാണ്. ഇടയ്ക്ക് ഇങ്ങനെ വെറുതെ പണ്ടും ചിരിച്ചോണ്ട് പോകാറുന്നു കേട്ടോ, കഞ്ചാവ് വലിച്ചിട്ട് ചിരിച്ചോണ്ട് പോകാറുന്നു. പക്ഷെ ഇപ്പം ചിരിച്ചോണ്ട് പോകും ഇടക്ക്. അപ്പം ഇപ്പോഴും ആൾക്കാർ അങ്ങനെ മനസ്സിലാവുണ്ടോ? അപ്പം അല്ല, ഇതിപ്പോൾ ഇതിങ്ങനെ നമുക്ക് പ്രത്യാശയാണെന്ന് ഞാൻ പറയണേ. മനസ്സിലായോ? പ്രത്യാശയാണ്. നമുക്കൊരു നിരാശയില്ല. മനസ്സിലായോ? അയ്യോ അതെന്താകുമെന്ന് വരുമ്പോൾ തന്നെ, നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ തന്നെ നമുക്ക് ഒരു ഉയർത്തെഴുന്നേൽപ്പ് അല്ലെങ്കിൽ ആ ഉദ്ധാനത്തിൻ്റെ നമുക്കൊരു അനുഭവം നമുക്ക് തന്നെയാണ്. അതെന്തെങ്കിലും ആകും, അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുന്നുണ്ട്.
അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഷണ്ടനെ കർത്താവ് തിരഞ്ഞെടുത്തെങ്കിലേ നമ്മളെയൊക്കെ എങ്ങനെയൊക്കെ കർത്താവ് തിരഞ്ഞെടുക്കും. മനസ്സിലാവുണ്ടോ? ഇത് നിസ്സാര കാര്യമൊന്നുമില്ല. ഇപ്പം ഈ ഒരു കണ്ണൻ ഇങ്ങനെ പറയണത് കൊണ്ട് വലിയ കാര്യമൊന്നും ഉണ്ടാവണമെന്നില്ല. ഇത്തിരി അല്ലേ മറ്റു ചില ആൾക്കാരാണ് പറയണമെങ്കിൽ വലിയ കാര്യമായിട്ട് ശ്രദ്ധിക്കപ്പെടും. നിങ്ങൾ നോക്കിയേ, ആരാണ് പറയണതെന്ന് നോക്കണ്ട, എന്താണ് പറയണതെന്ന് ശ്രദ്ധിക്കുക. ആരാണ് പറയണതെന്ന് നോക്കണ്ട, എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിക്കുക. ക്രിസ്ത്യാനുഗ്രഹണത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം എന്ന പോലെ എന്താണ് കേട്ടത്? നമ്മിപ്പോൾ ഷണ്ടനെ തിരഞ്ഞെടുത്തിരിക്കുന്നു കർത്താവ്. അപ്പോൾ നമ്മളെ തിരഞ്ഞെടുത്ത് എന്തെല്ലാം കർത്താവിന് ചെയ്യാൻ പറ്റും, എവിടെയെല്ലാം എന്തെല്ലാം കാര്യങ്ങൾക്ക് കർത്താവിനെ നമ്മൾ ഉപയോഗിക്കാൻ പറ്റും. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്. എന്തോ എനിക്ക് എൻ്റെ ലാപ്ടോപ്പിൻ്റെ സ്പീക്കർ കംപ്ലൈൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര ശബ്ദം ഇങ്ങോട്ട് റിപ്പീറ്റ് ചെയ്യും സൗണ്ട്. അതുകൊണ്ട് നമുക്ക് അവസാനം സംസാരിക്കാം. ഞാനിതൊന്ന് പറഞ്ഞേക്കട്ടെ. ഇത് ശ്രദ്ധിച്ചോ, ദൈവവചനം. ഇത് റോസലിൻ ചേച്ചി എന്തോ ചോദിച്ചു, ഞാനത് മനസ്സിലായില്ല. പക്ഷെ അത് അവസാനം ചോദിക്കണേ, ഞാൻ ശ്രദ്ധിക്കാം. ഇപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ഇതിങ്ങനെ കിടക്കണേ. അപ്പോൾ ഇതിൻ്റെ അതുമല്ല, കേട്ടൂല കേട്ടോ, ഞാൻ കേട്ടില്ല. ഇത് സ്പീക്കർ കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്തിരി സൗണ്ട് കൂടുതൽ വെച്ചാലേ കേൾക്കുള്ളൂ. സൗണ്ട് കൂടുതൽ വെക്കുമ്പോൾ റിപ്പീറ്റഡ് ആവും, നിങ്ങൾക്ക് തന്നെ അത് ബുദ്ധിമുട്ടാവും. അപ്പോൾ അത് മാറ്റണമെന്ന് പറഞ്ഞിട്ട് അത് മാറ്റിയിട്ടില്ല. ദൈവവചനം മനുഷ്യൻ്റെ പ്രാർത്ഥനയായി രൂപപ്പെടുന്നതാണ് സങ്കീർത്തന ഗ്രന്ഥം. പഴയ നിയമത്തിലെ മറ്റു ഗ്രന്ഥങ്ങളിലാകട്ടെ വചനങ്ങൾ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ പ്രഘോഷിക്കുകയും അവയിൽ അന്തർലീനമായ നിഗൂഢ സത്യം വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. ആ ഒറ്റ കാര്യത്തിന് വേണ്ടിയാണ് ഇപ്പോൾ നമ്മൾ അപ്പോസ്തല പ്രവർത്തനം 8-ാം അധ്യായത്തിലേക്ക് പോയത്. ഇനി ശ്രദ്ധിക്കണേ, ദൈവത്തെ പ്രതി കണ്ടോ. അപ്പോൾ അതിൽ 39 അല്ലേ, 39 എന്ന് പറയുമ്പോൾ DV2 എന്നിട്ടിട്ടുണ്ട്. അതറിയാൻ വേണ്ടി പറയണേണ്ട, പുതിയ ആൾക്കാരോട് അറിയാൻ വേണ്ടി ശ്രദ്ധിക്കണം. പുതിയ ആൾക്കാർ DV2 എന്നിട്ടേക്കണണ്ട അടിക്കുറിപ്പിൽ. അത് ദൈവഗർഭം, അതായത് മലയാളത്തിൽ ദൈവവചനം. അത് 2-ാം വത്തിക്കാൻ കൗൺസിലിൻ്റെ ഡോക്യുമെൻറ്റിൽ ആ ഒരു പ്രബോധനത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു എന്താണ്, അതിലൊരു ഡോക്യുമെൻ്റാണ്. 2-ാം വത്തിക്കാൻ സൂനഹദോസിലെ ഒരു ഡോക്യുമെൻ്റാണ് എന്ത്, ദൈവഗർഭം അല്ലെങ്കിൽ ദൈവവചനം. അപ്പോൾ അതാണ് DV എന്നിട്ടേക്കണേ. അതിൻ്റെ ഫുൾ ഫോം എന്താണ്, ദൈവഗർഭം. അപ്പോൾ അതിൻ്റെ 2-ാമത്തെ ഖണ്ഡികയിൽ സെക്കൻഡ് വത്തിക്കാൻ കൗൺസിലിൽ ഇതിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് എന്നാണ് അടിക്കുറിപ്പിൽ എഴുതിയിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ അതൊന്നും എടുത്ത് വായിക്കണില്ല, അതൊക്കെ നീണ്ട കാര്യങ്ങളാണ്. വായിച്ചാൽ പിന്നെ നമുക്കതിൽ നിന്ന് ചില കാര്യങ്ങൾ പറയേണ്ടി വരുമ്പോൾ സമയം ഇവിടെ നിൽക്കില്ല. അപ്പം ഞാനിതെല്ലാം കൂടി ഒരു ടൈമിൽ ഒതുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ തത്രപ്പാടേ. അല്ലെങ്കിൽ ചിലവർ പിന്നെ വഴക്കിടുകയെ സമയം കൂടുതലെടുത്തു എന്ന് പറഞ്ഞിട്ട്. ശ്രദ്ധിക്കണേ, ദൈവത്തെ ഓക്കെ, ഇത് വായിച്ചു. ദൈവത്തെ പ്രതി ആലപിക്കപ്പെടുന്ന സങ്കീർത്തകൻ്റെ വാക്കുകൾ. ശ്രദ്ധിക്കണം, ദൈവത്തെ പ്രതി ആലപിക്കപ്പെടുന്ന സങ്കീർത്തകൻ്റെ വാക്കുകൾ കർത്താവിൻ്റെ രക്ഷാകര പ്രവർത്തികളെ വിവരിക്കുകയും ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. ഞാനൊന്നും കൂടി വായിക്കുന്നതാണ്. ദൈവത്തെ പ്രതി ആലപിക്കപ്പെടുന്ന സങ്കീർത്തകൻ്റെ വാക്കുകൾ അല്ലെങ്കിൽ സങ്കീർത്തനങ്ങൾ കർത്താവിൻ്റെ രക്ഷാകര പ്രവർത്തികളെ വിവരിക്കുകയും, കണ്ടോ, രക്ഷാകര പ്രവർത്തികളെ വിവരിക്കുകയും. ഉദാഹരണത്തിന് നിങ്ങൾ ആ 110-ാമത്തെ സങ്കീർത്തനം എടുത്തേ. 110-ാമത്തെ സങ്കീർത്തനം എടുത്തേ. 110 എവിടെ? 110-ാമത്തെ സങ്കീർത്തനം നോക്കിയേ. കണ്ടോ, രാജാവിൻ്റെ സ്ഥാനാരോഹണം. അപ്പോൾ 150 സങ്കീർത്തനത്തിലും എന്തുണ്ട്? ദൈവത്തെ പ്രതി ആലപിക്കപ്പെടുന്ന സങ്കീർത്തൻ്റെ വാക്കുകൾ കർത്താവിൻ്റെ രക്ഷാകര പ്രവർത്തികളെ വിവരിക്കുകയും ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. അതെല്ലാം നമ്മൾ 19-ാം സങ്കീർത്തനം ഒക്കെ ഉദാഹരണമാണ്. മനസ്സിലായോ? അതോടൊപ്പം ഇതൊന്നും ഞാൻ വായിക്കട്ടെ. കർത്താവിനോട് അരുളി ചെയ്തു, ഞാൻ നിന്റെ ശത്രുക്കളെ
നിന്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലത്തുഭാഗത്തിരിക്കുക. നീ എൻ്റെ വലത്തുഭാഗത്തിരിക്കുക. ഇതാരോട് പറഞ്ഞതാ? മനസ്സിലായോ? കർത്താവ് എൻ്റെ കർത്താവിനോട് അരുളി ചെയ്തു. ദാവീദ് പറയാണ്, കർത്താവ് എൻ്റെ കർത്താവിനോട് അരുളി ചെയ്തു. എന്തരുളി ചെയ്തു? ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലത്തുഭാഗത്തിരിക്കുക. ഇത് യേശുക്രിസ്തു പിതാവിൻ്റെ വലത്തുഭാഗത്തേക്ക് സ്വർഗാരോഹണം ചെയ്യുന്ന ആ കാര്യത്തെയാണ് പറയണേ. മനസ്സിലാവുണ്ടോ? കർത്താവ് എന്താണ്? കർത്താവ്, അത് 4-ാമത്തെ വചനമുണ്ടോ? കർത്താവ് ശപഥം ചെയ്തു, മെൽക്കിസദേക്കിന്റെ ക്രമമനുസരിച്ചു നീ എന്നേക്കും പുരോഹിതനാകുന്നു, അതിന് മാറ്റമുണ്ടാവുകയില്ല. മനസ്സിലായോ? കർത്താവിൻ്റെ കർത്താവിനോടാരും. ഇത് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ ഞാൻ എന്തിനിപ്പോൾ ഇതൊക്കെ വായിക്കണേന്ന്? ഞാൻ ആ ഒരു പാട്ട് രൂപത്തിൽ ഇങ്ങനെ പാടിയെന്നുള്ളൂ. ഇതൊന്നും പാടാനൊന്നും എന്നെ കൊണ്ടൊന്നും പറ്റൂല. ഞാൻ ഒന്ന് പാടിയതാണ്. രണ്ടുപേരും ഇങ്ങനെ മനസ്സിലായോ? എന്തിനാണ് പാടിയത്? ദൈവത്തെ പ്രതി ആലപിക്കപ്പെടുന്ന സങ്കീർത്തകന്റെ വാക്കുകൾ, കർത്താവിൻ്റെ രക്ഷാകര പ്രവർത്തികളെ. കണ്ടോ? രക്ഷാകര പ്രവർത്തി അല്ലേ ഇപ്പൊ വായിച്ചേ? കണ്ടോ? കർത്താവിൻ്റെ കർത്താവിനോട് അരുളി ചെയ്തു, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലത്തുഭാഗത്തിരിക്കുക. ഉണ്ടോ? വലത്തുഭാഗത്തിരിക്കുക. ഇതല്ലേ രക്ഷാകര പ്രവൃത്തി? മനസ്സിലാവുണ്ടോ? ദൈവത്തെ പ്രതി ആലപിക്കപ്പെടുന്ന സങ്കീർത്തകന്റെ വാക്കുകൾ കർത്താവിൻ്റെ രക്ഷാകര പ്രവർത്തികളെ വിവരിക്കുകയും ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. അതാണ് ഉദ്ഘോഷിച്ചത്. കർത്താവിൻ്റെ കർത്താവിനോട് അരുളി ചെയ്തു, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലത്തുഭാഗത്തിരിക്കുക. നീ എൻ്റെ വലത്തുഭാഗത്തിരിക്കുക. ഇതാണ് ഉദ്ഘോഷിച്ചത്. മനസ്സിലാവുണ്ടോ? ദൈവത്തെ പ്രതി ആലപിക്കപ്പെടുന്ന സങ്കീർത്തനകന്റെ വാക്കുകൾ കർത്താവിൻ്റെ രക്ഷാകര പ്രവർത്തികളെ വിവരിക്കുകയും ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. ഇത് ഉദാഹരണമായിട്ട് ഞാനിപ്പോൾ ഒരു 110-ാമത്തെ സങ്കീർത്തനം എടുത്തതാണ് കേട്ടോ. എടുത്തതാണ്. അപ്പം 150 സങ്കീർത്തനങ്ങളിൽ എന്തുണ്ട്? ദൈവത്തെ പ്രതി ആലപിക്കപ്പെടുന്ന സങ്കീർത്തകന്റെ വാക്കുകൾ അല്ല, ആ സങ്കീർത്തനങ്ങളിൽ കർത്താവിൻ്റെ രക്ഷാകര പ്രവർത്തികളെ വിവരിക്കുകയും അതിനെ ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മളത് കണ്ടെത്തണം. ഓരോ സങ്കീർത്തനം എടുത്തിട്ട് അതിൽ എവിടെയാണ് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയണേന്ന്. എന്നിട്ട് പിന്നെ പറയാണ്, ഓരേ ആത്മാവ് തന്നെയാണല്ലോ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കും. ശ്രദ്ധിക്കണം കേട്ടോ. ഒരേ ആത്മാവ്, അതായത് പരിശുദ്ധാത്മാവ് തന്നെയാണല്ലോ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കും മനുഷ്യൻ്റെ പ്രത്യുത്തരത്തിനും പ്രചോദനം നൽകുന്നത്. മനസ്സിലാവുണ്ടോ? ഇപ്പോൾ അതിന് ഉദാഹരണമായിട്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാനായിട്ട്, ഇപ്പോൾ നമ്മൾ പലപ്പോഴും പല ടെസ്റ്റ് മണികൾ കേൾക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ചില ആൾക്കാർ പറയുമ്പോഴും ഒക്കെ എന്ത് പറയും? ഇതെന്താണ് ചില ആൾക്കാർ പോകണുണ്ടല്ലോ ഇതിന്ന്, അശ്ശോ പക്ഷെ ആരും പോകരുതെന്ന വേണ്ടിയിരിക്കാനാണ് ഞാൻ ഇത്തിരി നേരത്തെ തുടങ്ങിയത്. നിങ്ങൾ പോകല്ലേ? അതാരാണത്? അപ്പം അനറ്റോ? അനറ്റുണ്ടോ അവിടെ? അവള് പോയോ? നീ പോലെ ഇതൊന്ന് ഞാനിപ്പം നിർത്താം കേട്ടോ. ഞാൻ ഇതൊന്ന് കേൾക്ക്. കാരണം ഇത് എനിക്കറിയാൻ പാടില്ല. നിങ്ങൾക്ക് വേറെ എവിടെ നിന്നെങ്കിലും കേൾക്കാൻ പറ്റുമെങ്കിൽ കേട്ടു. ഇപ്പോൾ തോമസ് പോളിൻ്റെ യൂട്യൂബിലൊക്കെ ഇതൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ അദ്ദേഹം ഉണ്ട് ഇതൊക്കെ അദ്ദേഹമാണ് നമുക്കിതൊക്കെ പറഞ്ഞു തന്നതേ.
അദ്ദേഹം പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിലൂടെയാണ് ഇതിനൊക്കെ ചുവടുവെപ്പ് നടത്തിയത്. അതിന് ശേഷമാണ് നമുക്കിതൊക്കെ എല്ലാം മനസ്സിലാകണം ഇങ്ങനെയൊക്കെ. അപ്പം അദ്ദേഹത്തിനും അദ്ദേഹത്തിനും നന്ദി പറയാം ആദ്യമേ തന്നെ. ഒരേ ആത്മാവ് തന്നെയാണല്ലോ ദൈവത്തിൻ്റെ പ്രവർത്തനം. അപ്പം ഞാൻ പറയാമെന്ന് എന്താണെന്നറിയാമോ? ഇപ്പം ഞാൻ ഇങ്ങനെ പറയൂല. എങ്ങനെ പറയില്ല? ഞാൻ മാനസാന്തരാനുഭവം ഉണ്ടായി എന്ന് ഞാൻ പറയാറില്ല. നിങ്ങളെപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ എനിക്ക് മാനസാന്തരം ഉണ്ടായി എന്ന്? നിങ്ങളെപ്പോഴെങ്കിലും എൻ്റെ വായിൽ നിന്ന് കേട്ടിട്ടുണ്ടോ? ആ വാക്ക് ഞാൻ ഉപയോഗിക്കാറില്ല. കാരണം എന്താണ് മാനസാന്തരം എന്ന വാക്കിനർത്ഥം? എന്താണ് അല്ലേ? പഴയ മനസ്സിൽ നിന്നും പുതിയ മനസ്സിലേക്കുള്ള യാത്ര, അല്ലെങ്കിൽ ദൂരം അല്ലേ? എന്താണ്? അന്തരമാണ്. അന്തരമാണ് എന്ത്? മാനസാന്തരം അല്ലേ? പഴയ മനസ്സിൽ നിന്നും പുതിയ മനസ്സിലേക്കുള്ള അന്തരം അല്ലേ? അകലമാണ് എന്ത്? ഇതെൻ്റെ ഇതാണ് കേട്ടോ. പക്ഷെ നിങ്ങളതിൻ്റെ ആശയം നോക്കിക്കോ, ശ്രദ്ധിക്കുക. ഇപ്പോൾ ഞാൻ ദേഷ്യപ്പെടണുണ്ടോ ഇല്ലയോ? ഞാൻ ദേഷ്യപ്പെടണുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ എനിക്ക് മാനസാന്തരം ഉണ്ടോ? പഴയ മനസ്സിൽ നിന്ന് അല്ല എൻ്റെ പഴയ സ്വഭാവത്തിൽ നിന്ന് എനിക്ക് പുതിയ സ്വഭാവത്തിലേക്കുള്ള അന്തരം ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ ഞാൻ സത്യമായിട്ടും ചോദിക്കുന്നതാണ്. ഞാൻ ദേഷ്യപ്പെടാറുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് മാനസാന്തരം ഉണ്ടോ? മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ മാനസാന്തരം ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അപ്പം ഞാൻ എൻ്റെ ടെസ്റ്റ് മണിയിൽ അല്ലെങ്കിൽ ഞാൻ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. മാനസാന്തരം എന്ന വാക്ക് ഞാൻ ആവുന്നതും ഉപയോഗിക്കാറില്ല. മനസ്സിലായോ? ആവുന്നത് ഉപയോഗിക്കാറില്ല. മനസ്സിലായോ? അപ്പം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാനസാന്തരം ഉണ്ടായത് നമ്മൾ കാരണമാണ് അല്ലേ? ഞാൻ വിചാരിച്ചു, ഞാൻ നിർത്തി എന്നുള്ളൊരു ഡയലോഗ് നമ്മളെപ്പോഴും കേൾക്കാറുണ്ട്. ഞാൻ വിചാരിച്ചു, ഞാൻ ധ്യാനത്തിന് പോയി, ഞാൻ ഇങ്ങനെ ചില ആൾക്കാർ, എല്ലാവരും അല്ല, ചിലവർ ഇങ്ങനെ പറയാറുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പം എനിക്ക് തോന്നി ഞാൻ കുടി നിർത്തി. മനസ്സിലായോ? എൻ്റെ ഒരു കൂട്ടുകാരൻ പറയാം. മനസ്സിലായോ? അപ്പം ഞാൻ പറഞ്ഞു, അവൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, നിനക്ക് തോന്നി നീ കുടി നിർത്തി, പക്ഷെ പ്രവർത്തിച്ചത് പരിശുദ്ധാത്മാവാണ്. മനസ്സിലായോ? നിനക്ക് തോന്നി നീ കുടി നിർത്തി, പക്ഷെ നിൻ്റെ ഉള്ളിൽ നിൻ്റെ ആത്മാവിൽ പ്രവർത്തിച്ചത് പരിശുദ്ധാത്മാവാണ്. മനസ്സിലാവുന്നുണ്ടോ? അല്ലാണ്ട് യഥാർത്ഥ നിർത്തലിലേക്ക് വരാൻ പറ്റില്ല. മനസ്സിലാവുന്നുണ്ടോ? ചിലപ്പോൾ കുറച്ച് വർഷങ്ങളൊക്കെ നിർത്താൻ പറ്റുമായിരിക്കും. അതിൻ്റെ പൂർണ്ണ അനുഭവത്തിലേക്ക് നമ്മുടെ ചില സ്വഭാവങ്ങളില്ലേ, ലഹരി ആയിക്കോട്ടെ, നമ്മുടെ എന്ത് ഇതായിക്കോട്ടെ, അതിൻ്റെ പൂർണ്ണതയിലേക്ക് അതിൻ്റെ വിഡ്രോ അല്ലേ, അതിൻ്റെ ആ ഒരു മാറ്റം നമുക്ക് അനുഭവപ്പെടുന്നത് പരിശുദ്ധാത്മാവിൻ്റെ അതൊരു അഡിക്ഷൻ. ഇതൊക്കെ കുറേ കഥ പറയാനുണ്ട്. ഇപ്പം അതിലോട്ട് ഞാൻ പോണില്ല. അപ്പം ഞാനിത് പറഞ്ഞത് ഒരേ ആത്മാവ് തന്നെയാണല്ലോ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കും മനുഷ്യൻ്റെ പ്രത്യുത്തരത്തിനും പ്രചോദനം നൽകുന്നത്. അതായത് ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഒരാൾ മാനസാന്തര അനുഭവത്തിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു നവീകരണ അനുഭവത്തിലേക്ക്, ദൈവാനുഭവത്തിലേക്ക് വന്നു എന്ന് പറയുമ്പോൾ, അത് പരിശുദ്ധാത്മാവ് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഈ ആത്മാവിൽ, ഈ മനുഷ്യാത്മാവിൽ പ്രവർത്തിക്കുന്നത്. ഒപ്പം തന്നെ നമ്മുടെ പ്രത്യുത്തരം ആരിൽ നിന്നാണ് പോണത്? നമ്മുടെ പ്രത്യുത്തരം ആരിൽ നിന്നാ പോണേ? ഇത്രയും പറഞ്ഞിട്ടൊന്നും മിണ്ടണില്ല അപ്പം ആരും. അപ്പം മനസ്സിലായില്ല. മനസ്സിലാവുണ്ടോ? ഒരേ ആത്മാവ് തന്നെയാണ്, പരിശുദ്ധാത്മാവ് തന്നെയാണ് നമുക്ക് ദൈവാനുഭവം തരുന്നതും, അല്ലെങ്കിൽ ആ മാനസാന്തരാനുഭവത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നതും. ഒപ്പം തന്നെ അതിന് പ്രത്യുത്തരം നൽകുന്നത് ആരാണ്? പരിശുദ്ധാത്മാവ് തന്നെയാണ് നമ്മുടെ ഉള്ളിൽ നിന്ന്. മനസ്സിലാവുണ്ടോ? പരിശുദ്ധാത്മാവ് തന്നെയാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് അതിന് പ്രത്യുത്തരം കൊടുക്കുന്നത്. ഞാനിങ്ങനെ ചെയ്യാ കർത്താവേ, അല്ലെങ്കിൽ ഞാൻ ഇത് സ്വീകരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട്. അല്ലാണ്ട് ഞാനല്ല കൊടുക്കണേ. ഇപ്പം ഞാൻ അതിനുദാഹരണം, ഇപ്പം കഴിഞ്ഞ 2 ആഴ്ചക്ക് മുമ്പേ ഞാനപ്പം ഇങ്ങനെ പറഞ്ഞപ്പോൾ, ഇങ്ങനെ ചില ആൾക്കാർ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ, കർത്താവ് എന്താണ് ഇവരിങ്ങനെ പറയണേ, ഇവരോടൊക്കെ എന്ത് പറയാനാണ്, എന്ത് പറയണ്ടേ ഇവരുടെ എന്ന് വെച്ചപ്പോൾ കർത്താവ് എന്നോട് പറയണേ, എന്നോട് ഇങ്ങനെ പറയാണ് കർത്താവ്, ഒരു വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെന്ത് വണ്ടി ആയിക്കോട്ടെ, വണ്ടി പോകണം. ആ വണ്ടി പെട്ടെന്ന് അപകടത്തിൽപ്പെടാൻ പോയപ്പോഴത്തേക്കും ബ്രേക്ക് ചവിട്ടി. ബ്രേക്ക് ചവിട്ടി.
ഇപ്പോൾ ഡ്രൈവർ പറയും, എന്ത് പറയും ഡ്രൈവർ, എന്ത് പറയും? അല്ലേ, വണ്ടി ഇടിക്കാൻ പോയപ്പോൾ ഞാൻ ബ്രേക്ക് ചവിട്ടി. ഇപ്പം ഞാൻ ചവിട്ടിയത് കൊണ്ടാണോ ആ ബ്രേക്ക് വണ്ടി നിന്നത്? ആണ് അല്ലേ? ആണ്. പക്ഷേ അതിൽ മറ്റൊരു സത്യം എന്താണ്? ആ ബ്രേക്ക് ഇല്ലായിരുന്നെങ്കിലോ? മനസ്സിലാവുണ്ടോ? ബ്രേക്ക് ഇല്ലായിരുന്നെങ്കിലോ? മനസ്സിലാവുണ്ടോ? അപ്പം ഇതുപോലെയാണ് ഞാൻ വിചാരിച്ചു ഞാൻ നിർത്തി, അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചു എനിക്ക് മാനസാന്തരാനുഭവം ഉണ്ട്. അപ്പോൾ അത് നമ്മൾ പറയുമ്പോഴേക്കേ ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറയണേ. ചെറിയ കാര്യങ്ങളായിരിക്കാം. അപ്പോൾ ഇതെന്തിന് ഞാനിപ്പോൾ ഇങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. ഇത് ഇപ്പം ഇവിടെ എഴുതിയേക്കണതിൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ പറയാണ്, ഒരേ ആത്മാവ് തന്നെയാണല്ലോ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കും മനുഷ്യൻ്റെ പ്രത്യുത്തരത്തിനും പ്രചോദനം നൽകുന്നത്. പരിശുദ്ധാത്മാവ് തന്നെയാണ് ഒരാളെ അവൻ ദൈവാനുഭവത്തിലേക്ക് കൊണ്ടുവരുന്നതും ആ ആളെ അതിന് പ്രചോദിപ്പിക്കുന്നതും. ഇപ്പം നമ്മളിങ്ങനെ പറയില്ലേ, എനിക്ക് തോന്നി ധ്യാനം കൂടാൻ പോകണമെന്ന്, ഞാൻ ധ്യാനം കൂടാൻ പോയി, അപ്പോൾ അവിടെ വെച്ച് എനിക്ക് ദൈവാനുഭവം ഉണ്ടായി എന്ന്. മനസ്സിലായി? ഈ ധ്യാനം കൂടാൻ പോകാൻ ആരാണ് നമ്മളങ്ങോട്ട് കൊണ്ടുപോയത്? മനസ്സിലായോ? അതാണ്, ഒരേ ആത്മാവ് തന്നെയാണല്ലോ ദൈവത്തിൻ്റെ പ്രവൃത്തികളും നമ്മളുടെ പ്രത്യുത്തരവും ഒക്കെ അവനിൽ നിന്നാണ് പുറപ്പെടുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. മനുഷ്യൻ്റെ പ്രചോദനം നൽകുന്നു ക്രിസ്തു. എന്നിട്ട് പറയുകയാണ് ക്രിസ്തു രണ്ടിനെയും ബന്ധിപ്പിക്കുന്നു. കണ്ടോ, ക്രിസ്തു രണ്ടിനെയും ബന്ധിപ്പിക്കുന്നു. എന്തിനൊക്കെ ബന്ധിപ്പിക്കുന്നു? എന്തിനൊക്കെയാണ് ബന്ധിപ്പിക്കുന്നത്? ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കും മനുഷ്യൻ്റെ പ്രത്യുത്തരത്തിനെയും ദൈവം അല്ലേ ക്രിസ്തു ബന്ധിപ്പിക്കുന്നു. എങ്ങനെ ബന്ധിപ്പിക്കുന്നു? പരിശുദ്ധാത്മാവാണ് അതിൻ്റെ എല്ലാം ചാലകശക്തി. കണ്ടോ, ചാലകശക്തി. എന്നിട്ട് പറയാണ് അവനിൽ തന്നെ സങ്കീർത്തനങ്ങൾ നമ്മെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. അവനിൽ തന്നെ, അതായത് ക്രിസ്തുവിനിൽ തന്നെ സങ്കീർത്തനങ്ങൾ നമ്മെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ഇനി ഇപ്പം ഇത് ഒന്നും കൂടി ഞാൻ വായിക്കട്ടെ. 2587 ദൈവവചനം മനുഷ്യൻ്റെ പ്രാർത്ഥനയായി രൂപപ്പെടുന്നതാണ് സങ്കീർത്തന ഗ്രന്ഥം. പഴയ നിയമത്തിലെ മറ്റു ഗ്രന്ഥങ്ങളിലാകട്ടെ വചനങ്ങൾ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ പ്രഘോഷിക്കുകയും അവയിൽ അന്തർലീനമായ നിഗൂഢ സത്യം വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. അപ്പോൾ 39 സെക്കൻഡ് വത്തിക്കാൻ കൗൺസിലിൻ്റെ ഡോക്യുമെൻ്റിൽ അല്ലെ ദൈവർഭം എന്നുള്ളതിൻ്റെ ഒരു കോട്ട അവിടെ ഉണ്ട്. ദൈവത്തെ പ്രതി ആലപിക്കപ്പെടുന്ന സങ്കീർത്തകൻ്റെ വാക്കുകൾ അല്ലെങ്കിൽ ആ സങ്കീർത്തനങ്ങൾ കർത്താവിൻ്റെ രക്ഷാകര പ്രവൃത്തികളെ വിവരിക്കുകയും ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. ഒരേ ആത്മാവ് തന്നെയാണല്ലോ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കും മനുഷ്യൻ്റെ പ്രത്യുത്തരത്തിനും പ്രചോദനം നൽകുന്നത്. ക്രിസ്തു രണ്ടിനെയും ബന്ധിപ്പിക്കുന്നു. അവനിൽ തന്നെ സങ്കീർത്തനങ്ങൾ നമ്മെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ഇത്രയും ഇത് നമ്മുടെ കഴിഞ്ഞു. പക്ഷേ ഞാൻ ഈ 2587 പൊക്കത്തില്ലേ 86 അതും കൂടി ഒന്ന് വെറുതെ ജസ്റ്റ് അതിനെ വിവരിക്കണമെന്നില്ല, വെറുതെ ഒന്ന് ഓടിച്ച് വായിക്കണതാണ്. സങ്കീർത്തനങ്ങളുടെ അല്ലേ എവിടെയാണ് സങ്കീർത്തനങ്ങൾ സ്ഥാനം എന്നൊന്ന് ഞാൻ ഓടിച്ചു വായിക്കട്ടെ. 2587 പൊക്കത്ത് 86 2500 ജെറുസലേമിൽ വലിയ തിരുനാളുകൾക്കായും സിനഗോഗുകളിൽ സാബത്ത് ആചരണങ്ങൾക്കായും സമ്മേളിച്ചിരുന്ന ദൈവജനത്തിൻ്റെ പ്രാർത്ഥനയെ കണ്ടു. സമ്മേളിച്ചിരുന്ന ദൈവജനത്തിൻ്റെ പ്രാർത്ഥനയെ പരിപോഷിപ്പിച്ചതും പ്രകടമാക്കിയതും സങ്കീർത്തനങ്ങളാണ്. കണ്ടോ, നമ്മൾ നേരത്തെ പറഞ്ഞു, എന്ത് പറഞ്ഞു? സങ്കീർത്തനങ്ങൾ പാടിയാണ് അവർ പ്രാർത്ഥിച്ചിരുന്നതും. ജീവിതം മുഴുവനും സങ്കീർത്തന ആലാപനത്തിലൂടെയായിരുന്നു ക്രിസ്തുവിൻ്റെ എല്ലാം. അവരുടെ പ്രാർത്ഥനയാകട്ടെ പരസ്പരം വേർപെടുത്താനാവാത്ത വിധം, കണ്ടോ, അവരുടെ പ്രാർത്ഥനയാകട്ടെ പരസ്പരം വേർപെടുത്താനാവാത്ത വിധം വ്യക്തിഗതവും സാമൂഹികവുമാവുന്നു. അത് പ്രാർത്ഥിക്കുന്നവരെയും എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളുന്നു. വിശുദ്ധ നാട്ടിലെയും പ്രവാസ സ്ഥലങ്ങളിലെയും സമൂഹങ്ങളിൽ നിന്നാണ് സങ്കീർത്തനങ്ങൾ ഉത്ഭവിച്ചതെങ്കിലും അവ സൃഷ്ടി മുഴുവനെയും ഉൾക്കൊള്ളുന്നു. ഈ സൃഷ്ടി മുഴുവനെയും ഉൾക്കൊള്ളുന്നു എന്നൊക്കെ പറയുമ്പോൾ 19-ാം സങ്കീർത്തനം നമ്മുടെ ഉള്ളിൽ കടന്നു വരേണ്ടതാണ്. അപ്പം ഞാൻ അതിനൊന്നും പോണില്ല, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വായിക്കാനാണ്. സങ്കീർത്തനങ്ങളിലെ പ്രാർത്ഥന ഭൂതകാലത്തെ, കണ്ടോ, സങ്കീർത്തനങ്ങളിലെ പ്രാർത്ഥന ഭൂതകാലം കഴിഞ്ഞുപോയ കാലത്തെ രക്ഷാകര സംഭവങ്ങളെ അനുസ്മരിപ്പിക്കുന്നു. കണ്ടോ, സങ്കീർത്തനങ്ങളിലെ പ്രാർത്ഥന ഭൂതകാലത്തെ രക്ഷാകര സംഭവങ്ങളെ അനുസ്മരിപ്പിക്കുന്നു. അതേസമയം ചരിത്രത്തിൻ്റെ അന്ത്യം വരെ എത്തുന്ന ആ വേടുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണുണ്ടോ?
ഭൂതകാലത്തെ പറ്റി വിവരിക്കുന്നു അല്ലെങ്കിൽ അനുസ്മരിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ അന്ത്യം വരെ, ചരിത്രത്തിൻ്റെ അന്ത്യം വരെ, എന്താണെന്ന് വെച്ചാൽ യുഗാന്ത്യം വരെ എത്തുന്ന ഭാവിയിലേക്കും അത് വ്യാപിക്കുന്നു. കണ്ടോ? ദൈവം നിറവേറ്റിയ വാഗ്ദാനങ്ങളെ പറ്റിയുള്ള ഓർമ്മ. കണ്ടോ? ദൈവം നിറവേറ്റിയ വാഗ്ദാനങ്ങളെ പറ്റിയുള്ള ഓർമ്മ. പെട്ടെന്ന് ഇപ്പോൾ വന്നത് അബ്രഹാത്തിനോട് അല്ലേ പറഞ്ഞതാണ്. എന്താണ് അബ്രഹാത്തിനോട് എന്താ പറഞ്ഞത്? എന്ത് പറഞ്ഞു? നിന്റെ അല്ലേ പുത്രനിലൂടെ ലോകം മുഴുവൻ എന്താകും? മനസ്സിലായോ? ആ ഒരു ഇതാണിപ്പോൾ ഓർമ്മ പറഞ്ഞത്. ദൈവം നിറവേറ്റിയ വാഗ്ദാനങ്ങളെ പറ്റിയുള്ള ഓർമ്മ പുതുക്കുകയും അതോടൊപ്പം വാഗ്ദാനങ്ങൾ പൂർണ്ണമായി നിറവേറ്റുന്നവനുമായ, കണ്ടോ, ആ വാഗ്ദാനങ്ങൾ നിറവേറ്റുന്നവനുമായ മിശിഹായുടെ ആഗമനം. കണ്ടോ? ആ വാഗ്ദാനങ്ങൾ പൂർണ്ണമായി നിറവേറ്റുന്നവനുമായ മിശിഹായുടെ ആഗമനം കാത്തിരിക്കുകയും ചെയ്യുന്നു. ക്രിസ്തു, ശ്രദ്ധിക്കണേ, ക്രിസ്തു ആലപിച്ചിട്ടുള്ളവയും, കണ്ടോ, ക്രിസ്തു പാടിയിട്ടുള്ളവയും എന്ന് മനസ്സിലായോ? ആലപിച്ചിട്ടുള്ളവയും അവനിൽ പൂർത്തീകരിച്ചിട്ടുള്ളതുമായ, കണ്ടോ, അവൻ പാടിയിട്ടുള്ളതും അവനിൽ പൂർത്തീകരിച്ചിട്ടുള്ളതുമായ സങ്കീർത്തനങ്ങൾ, കണ്ടോ, സങ്കീർത്തനങ്ങൾ സഭയുടെ പ്രാർത്ഥനയിലെ കാതലായ ഘടകമായി നിലനിൽക്കുന്നു. കാതലായ ഘടകം. ആ കാതലായ ഘടകമായി സഭയുടെ പ്രാർത്ഥനയിൽ നിലനിൽക്കുന്നത് എവിടെയൊക്കെയാണ്? ലിറ്റർജിയിലും യാമപ്രാർത്ഥനയിലും. തീർന്നു. അപ്പോൾ ഇതാണ്. അപ്പോൾ ആ 2556 കൂടി ഒന്ന് വായിക്കുമ്പോഴേ ഇത് കുറേയും കൂടി ഇനി മനസ്സിലാക്കാനുണ്ട്. പക്ഷേ ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ഓടിച്ച് നമ്മളിങ്ങനെ ഇതിനൊന്ന് അവതരിപ്പിച്ചതാണ്. അത് പിന്നെ ഇത് വീണ്ടും നിങ്ങളിത് കേൾട്ടും അത് കൂടുതൽ നോക്കിയൊക്കെ വരുമ്പോൾ അത് കൂടുതൽ വ്യക്തത വരും. അതൊക്കെ ഇച്ചിരി അപ്പോൾ എന്തായാലും അവസാനിപ്പിക്കാം നമുക്ക്. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണേ ഞങ്ങളുടെ തമ്പുരാനെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.